നമസ്തേ. കടക്കൽ കത്തിവച്ച് വിപ്ലവം വാരി വിതച്ച് വോട്ട് കൊയ്യാമെന്ന് കരുതിയോർക്ക് തെറ്റി. അതിടം വേറെയെന്ന് അരിവാളോങ്ങും മുൻപേ മെതിച്ചു വലിച്ചെറിഞ്ഞു ഹൈക്കോടതി. വിപ്ലവഗാനമേളയ്ക്കുള്ളതല്ല ക്ഷേത്രം, കോളേജ് ഡേയല്ല, ക്ഷേത്രോത്സവമാണ്. ഉപദേശക സമിതിക്കാർ രാഷ്ട്രീയക്കാരല്ല, വിശ്വാസികളായിരിക്കണം. ഉത്സവങ്ങൾ ഭക്തിയുടെ കൂട്ടായ്മയാണ്. അങ്ങനെ തുരുതുരെ അലോഷിപ്പാട്ടിനെയും ചുമപ്പുത്സവക്കാരെയും വിമർശിച്ചു കോടതി. പ്രിയപ്പെട്ട സഖാക്കളെ, പുഷ്പനെ അറിയാമോ എന്ന് പാടി ചോദിക്കേണ്ടത് നിങ്ങളുടെ മനസ്സാക്ഷിയോടാണ്. അതെത്ര വട്ടം വേണമെങ്കിലും ആയിക്കോളൂ. അലോഷി പാടുന്നു, പാടട്ടെ. അലോഹ്യമുണ്ടാക്കാതിരുന്നാൽ മതി. മധുര പാർട്ടി കോൺഗ്രസിന് വെടിപൊട്ടും മുന്നേ കാസർകോട്ടെ പാർട്ടി ഗ്രാമത്തിൻ്റെ വിപ്ലവ തീർത്ഥയാത്ര വരുന്നുണ്ട്. പഴനിയാണ്ടവനെ കാണാം, പാർട്ടി കോൺഗ്രസിനും പോകാം എന്നാണത്രേ ടാഗ് ലൈൻ. ഒന്നേ പറയാനുള്ളൂ, വിപ്ലവം ക്ഷേത്രത്തിലല്ല വേണ്ടു. സ്വാഗതം ജനൻ ഡിബേറ്റിലേക്ക്. ചർച്ചയ്ക്കായി ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി കെ.പി. ശശികല ടീച്ചർ, BJP നേതാവ് B. രാധാകൃഷ്ണ മേനോൻ, വലതു നിരീക്ഷകൻ N. ശ്രീകുമാർ, ഇടതു നിരീക്ഷകൻ ഡോക്ടർ B. ജയരാജ് എന്നിവരൊപ്പം ചേരും. ആദ്യം ശ്രീമതി കെ.പി. ശശികല ടീച്ചർ. കോടതി എണ്ണി പറഞ്ഞും ചോദിച്ചും രൂക്ഷമായി വിമർശിച്ചതോടെ ഒരിക്കൽ കൂടി വീണുടഞ്ഞോ CPM-ന്റെ കപട വിശ്വാസമുഖം? CPM-ന്റെ കപട വിശ്വാസമുഖം അത് വീണടിഞ്ഞിട്ട് പതിറ്റാണ്ടുകളായി. അവർ വിശ്വാസികളല്ല എന്ന് അവരെക്കാൾ നന്നായി പൊതുസമൂഹത്തിന് മനസ്സിലായിട്ട് പതിറ്റാണ്ടുകളായി. കാരണം അവരുടെ എന്താണ് അവരുടെ ജനിതക വിശ്വാസവുമായി ബന്ധപ്പെട്ടവരുടെ ജനിതക സ്വഭാവം എന്ത് എന്ന് ആർക്കും അറിയാൻ പാഴൂര് പഠിപ്പരെ പോയി വാരി വെച്ച് വെക്കുന്നുണ്ട്. അതിന് ഒരുപക്ഷെ കോടതി വിധി ആവശ്യവുമല്ല. ഈ കോടതി വിധിയെ സംബന്ധിച്ച് പറയാനുള്ളത്, കാരണം ഇത് കോടതി ഒക്കെ ജനാധിപത്യത്തിന്റെ ഒരു നെടുന്തൂണാണ് കോടതിയൊക്കെ. ആ ജനാധിപത്യത്തിൽ വിശ്വാസമുള്ളവർക്ക് മാത്രമേ കോടതി വിധിയെ ഭയമുള്ളൂ. CPM-നെ സംബന്ധിച്ചിടത്തോളം ഇത് ആർക്കും അറിയാം. ഇത്തരം ഒരു തെമ്മാടിത്തരം ചെയ്യുമ്പോൾ അത് കോടതിയിൽ പോയാൽ തീർച്ചയായും കോടതി അതിനെ എടുത്തിട്ട് അലക്കും എന്നുള്ളത് നിയമത്തിന്റെ ബാലപാഠം അറിയാവുന്നവർക്കറിയാം. കാരണം അത് വിശ്വാസികളുടെ സ്വകാര്യ ഇടമാണ് ക്ഷേത്രം എന്ന് പറഞ്ഞത്. അതൊരു പൊതുസ്ഥലമല്ല, ഒരു പൊതുസ്ഥലമോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരോ ഒന്നുമല്ല. അത് വിശ്വാസികളുടെ ഒരു സ്വകാര്യ ഇടം. അവർക്ക് അവരുടേതായ സംവിധാനം അനുസരിച്ച് അവർക്ക് അവരുടെ ദൈവത്തെ അറിയാനും അതിൽ അല്പസ്വല്പം ആഘോഷങ്ങളും ഉത്സവങ്ങളും ഒക്കെ നടത്താനുള്ള ഒരു സ്വകാര്യ ഇടമാണ്. അവിടെ കയറി ഇതുപോലെയുള്ള പാർട്ടി തെമ്മാടിത്തരം കാണിക്കുമ്പോൾ തീർച്ചയായും കോടതി എടുത്തിട്ട് അലക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് CPM ചെയ്തത്. ഒരുപക്ഷെ ഈ വിധിയിൽ CPM-ന് ഒരു ഞെട്ടലും ഉണ്ടാവില്ല. കാരണം അവരിതൊക്കെ പ്രതീക്ഷിച്ചത്. അവർ പ്രതീക്ഷിക്കുന്ന അവർക്ക് ഇത്തരം ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി അവർ ആഗ്രഹിക്കുന്നു എന്ന് പോലും നമുക്ക് തോന്നിപ്പോകും. കാരണം ഇന്നത്തെ ഒരു സംവിധാനത്തില്, രാഷ്ട്രീയ സംവിധാനത്തില് തങ്ങൾ സനാതന ധർമ്മത്തെ നശിപ്പിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് തെളിയിക്കേണ്ടത് അവർക്ക് ആവശ്യം. കാരണം എന്നാൽ മാത്രമേ കേരളത്തിലെ രാഷ്ട്രീയമായ ബന്ധത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതിനുവേണ്ടി ഇത്തരം പൊറോട്ട് നാടകങ്ങൾ കളിക്കുന്ന സനാതന ധർമ്മത്തെ ഇല്ലാതാക്കാൻ അവർ ഒന്നും ഒളിച്ചു വെച്ചിട്ടില്ല. ഒരു രഹസ്യമൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. സനാതന ധർമ്മത്തെ ഇല്ലാതാക്കൽ തന്നെയാണ് ലക്ഷ്യം എന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടി അവർ ഇത്തരം പൊറാട്ട് നാടകങ്ങൾ നടത്തുമ്പോൾ കോടതിയുടെ തട്ടോ മുട്ടോ കൊടുത്താലും അത് അവരെ സംബന്ധിച്ചൊരു പ്രശ്നമല്ല. കാരണം കോടതിയൊക്കെ ജനാധിപത്യ വിശ്വാസികൾക്കുള്ളതാണ്, മര്യാദക്കാർക്കുള്ളതാണ്. മര്യാദ ഇല്ലാത്തവർക്ക് എത്ര വട്ടം കോടതി എടുത്തിട്ട് അലക്കിയാലും എത്ര വട്ടം ജയിലിൽ പോയാലും മടിയില്ലാത്തവരില്ലേ. വീണ്ടും വീണ്ടും രാവിലെ ജയിലിൽ നിന്ന് വിട്ടാൽ വൈകുന്നേരം അങ്ങോട്ട് പോകുന്നവർക്ക് അതൊന്നും ഒരു മാന്യതയില്ല. ഞങ്ങൾക്ക് ഇതെല്ലാം പറ്റാത്തൊരു സ്ഥലമാണ് എന്നൊരു തോന്നലില്ല. അപ്പൊ മാന്യതയോ ജനാധിപത്യ ബോധമോ തൊട്ട് തീണ്ടാത്ത CPM-നെ പോലൊരു പ്രസ്ഥാനം, അവര് മൂട്ടിൽ ആല് കെളുത്താൽ അതും കാണാൻ നല്ല ചേല് എന്ന് പറഞ്ഞാലിരിക്കുന്നത്. അപ്പൊ കടക്കൽ സംഭവത്തില് അവരാഗ്രഹിക്കുന്നത് അത്തരത്തിലൊരു നെഗറ്റീവ് പബ്ലിസിറ്റി ആണോ എന്ന് തോന്നുന്നു. കാരണം എത്രയോ വട്ടം പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, നവകേരള സദസ്സിന്റെ വേദി അവിടെ ഒരുക്കിയതാണ്. അത് ഇതേപോലെ തന്നെ കോടതി തന്നെയാണ് അത് അവിടെ നിന്ന് എടുത്തിട്ട് മാറ്റിയത്. അതുപോലെ തന്നെ നമുക്കറിയാം പല നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് എത്ര സനാതന ധർമ്മത്തെ നിന്ദിക്കുന്ന എത്രയെത്ര പരിപാടികൾക്ക് അവർ ഒപ്പുകൂട്ടി. ഇതേ കൊല്ലത്തല്ലേ മുഖത്തല ക്ഷേത്രത്തിലെ ഭഗവാന്റെ മുന്നില് ഭഗവാന് പ്രശ്നം കാണിച്ചുകൊണ്ട് വളരെ വലിയ രൂപത്തിൽ ഭഗവാനെ മറക്കുന്ന വിധത്തിൽ ഗോവിന്ദന്റെ മറ്റേ ഫ്ലക്സ് ബോർഡ് വെച്ചുകൊണ്ട് അങ്ങനെ എന്തൊക്കെ ചെയ്തു. അപ്പൊ ഇതൊക്കെ അവരാഗ്രഹിക്കുന്ന ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി. അപ്പൊ ക്ഷേത്രത്തിനകത്ത് അതേപോലെ തന്നെ പിന്നെ അവരുടെ രാഷ്ട്രീയത്തെ കാണിക്കുന്ന ബോർഡുകൾ വെച്ചപ്പോൾ അത് എടുത്തിടാൻ പറഞ്ഞപ്പോൾ അവരുദ്ദേശിച്ച അവരുടെ ലക്ഷ്യം നടന്നു. കാരണം അവരുടെ ലക്ഷ്യം നെഗറ്റീവ് പബ്ലിസിറ്റി കിട്ടുക എന്നുള്ളതാണ്. ഇപ്പൊ കേരളത്തിലൊരു സാഹചര്യത്തിൽ ആരാണ് ചാമ്പ്യൻഷിപ്പ് നേടുക, സനാതന ധർമ്മത്തിനെതിരെയുള്ള യുദ്ധത്തിൽ ആരാണ് ചാമ്പ്യൻഷിപ്പ് നേടുക എന്നൊരു മത്സരമാണ് നടക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയാണ് ഇത്തരത്തിൽ വിശ്വാസികളെ ശരിക്കും പറഞ്ഞാൽ അപമാനിക്കും വിധത്തിലൊരു നടപടി അവിടെ ചെയ്യുന്നത്.
ഒരു പാട്ട് എന്ത് പാടി എന്നുള്ളതിനപ്പുറത്ത് ആ ഒരു അന്തരീക്ഷം മൊത്തം നോക്കുക നമ്മൾ. അതൊരു ക്ഷേത്രത്തിന് പറ്റുന്ന അന്തരീക്ഷമായിരുന്നു. ഒരു പാർട്ടി വേദിക്ക് അത് ഇണങ്ങുന്നതാണ്. ഇതുപോലെ നമ്മൾ ഈ കൊച്ചു കുട്ടികളുടെ മാതിരി കിട്ടുന്ന വേദിയിലൊക്കെ ഇത്തരത്തിൽ കാണിക്കുന്നതാണോ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ? ഇത്ര ചീപ്പായ ഒരു സാധനമാണോ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ? രാഷ്ട്രീയം മതത്തിലും മതം രാഷ്ട്രീയത്തിലും ഇടപെടരുത് എന്നുള്ള ഒരു ആരോഗ്യകരമായ ഒരു അകൽച്ച അത് ആവശ്യമല്ലേ? അപ്പൊ മതം രാഷ്ട്രീയത്തിൽ ഇടപെടരുത് എന്ന് പറയുന്നവർ ഈ രാഷ്ട്രീയത്തെ കൊണ്ടുപോയി മതത്തിൽ ഇടപെടിയിക്കാമോ? അപ്പൊ അതുകൊണ്ട് എന്ത് നേട്ടമാണ് CPM-ന് കിട്ടുന്നത്? അവിടെ ഇത്തരത്തിൽ അലോഷിയെ പോലുള്ള ഒരാളെ കൊണ്ട് വിപ്ലവഗാനം പാടിച്ച് പാർട്ടി പതാകകള് അല്ലെങ്കിൽ പാർട്ടി സൂക്തങ്ങളൊക്കെ വരുമ്പോൾ ഒരു വോട്ടെങ്കിലും അതിന്റെ പേരിൽ കിട്ടും. കയ്യിലുള്ള വോട്ട് പോവുകയില്ലുള്ളൂ. അപ്പോ ഇതുകൊണ്ട് അവരുദ്ദേശിക്കുന്ന നേട്ടം അവിടെയുള്ള വിശ്വാസികളെ അവരെ കണക്കിലെടുത്തുകൊണ്ടല്ല, മറിച്ച് പുറത്തൊരു വിഭാഗമുണ്ട്. കേരളത്തിലെ സാഹചര്യത്തിൽ അവർ കുറച്ച് പ്രബലരാണ്. സനാതന ധർമ്മത്തെ അടിക്കുന്നവർക്ക് പിന്താങ്ങാൻ വേണ്ടി ആ വിഭാഗം പ്രബലരാണ് എന്നതുകൊണ്ടാണ് ഒരു ക്ഷേത്രത്തിൽ നിന്ന് വിട്ടാൽ മറ്റൊരു ക്ഷേത്രത്തിൽ. ഇവിടെ ഈ തെമ്മാടത്തിലെ ഡിവൈഎഫ്ഐയുടെ കൊടിയൊക്കെ തന്നെ പശ്ചാത്തലത്തിൽ കാണിക്കുന്നവർക്ക് കാവ്യ കാണുമ്പോൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ട ഒരു നിറം കാണുന്നത് പോലും അലർജിയാണ്. അത് ഹൈന്ദവ സംഘടനകളുടെ നിറവൊന്നുമല്ല. ഹൈന്ദവ സംഘടനകൾ ഹിന്ദു ധർമ്മത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടവരാണ്, ഹിന്ദു ധർമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ. അവർക്ക് മറ്റൊരു നിറത്തെ സ്വീകരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഒരിക്കലും ഹൈന്ദവ സംഘടനകളുടെ കൊടിയല്ല ക്ഷേത്രങ്ങൾ വീശുന്നത്. BJP-യുടെ കൊടി വീശുന്നുണ്ടെങ്കിൽ തെറ്റാണ്, ഹിന്ദു ഐക്യവേദിയുടെ കൊടി വീശുന്നുണ്ടെങ്കിൽ തെറ്റാണ്, സംശയമൊന്നും വേണ്ട. അത്തരത്തിൽ കണ്ടാൽ അതിനെ നിരുത്സാഹപ്പെടുത്താൻ അങ്ങനെ എവിടെയുണ്ടെങ്കിൽ ഹിന്ദു ഐക്യവേദി അത്തരത്തിൽ ചെയ്യരുത് എന്ന് തന്നെ ഞങ്ങൾക്ക് അതിൽ കർശനമായ ഒരു കാരണം അതൊരു അച്ചടക്കം ആവശ്യമാണ്. അവിടെ കാവ്യ പതാക ആവശ്യമാണ്. അത് സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ട കാവ്യ അലങ്കാരമോ കാവ്യ പതാകയോ അത് ആകട്ടെ, പക്ഷെ ഒരു സംഘടനയുടെ പതാകയുടെ ആവശ്യമാണ്. ഇവിടെ കാണിക്കുന്നത് ഇത് രണ്ടും തുല്യമാണ് എന്നൊരു നെറേറ്റീവ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി DYFIയുടെ ഒക്കെ കൊടി കൊണ്ടുപോയി കാണിക്കുമ്പോൾ സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ അവരെ പോലെ ഇതുപോലെ മൂക്കിനപ്പുറം കാണാൻ ശേഷിയില്ലാത്ത വെറും ഒരു രാഷ്ട്രീയം മാത്രമാണ് എന്നൊരു ധാരണ സമാജത്തിൽ ഉണ്ടാക്കാനാണ് ഒരു പരിശ്രമം. 10,000-കണക്കിന് വർഷത്തെ പഴക്കമുള്ള പാരമ്പര്യമുള്ള ഏറെ അറിവുകളുള്ള ഒരു ധർമ്മത്തെ കേവലം ഇന്നലെ പൊട്ടിമുളച്ച ഒരു സംഘടനയോട് താരതമ്യപ്പെടുത്തിക്കൊണ്ടൊരു നെറേറ്റീവ് ഉണ്ടാക്കിയെടുക്കാൻ അവർ അശ്രാന്തമായി പരിശ്രമിക്കുന്നു. പക്ഷെ അവർ വിജയിക്കില്ല. അങ്ങനെ വിജയിക്കുമായിരുന്നെങ്കിൽ റഷ്യയിൽ കമ്മ്യൂണിസം വിജയിക്കേണ്ടായിരുന്നു. വിദ്യാലയങ്ങളിലൊക്കെ കമ്മ്യൂണിസ്റ്റ് പാഠ്യപദ്ധതി പഠിപ്പിച്ചത്, തൊട്ട എല്ലാ ഭാഗങ്ങളിലും കമ്മ്യൂണിസം പ്രചരിപ്പിക്കാൻ നോക്കിയിരുന്നു. ആ കമ്മ്യൂണിസം പഠിച്ചവർ തന്നെയാണല്ലോ അതിന്റെ കഥ കഴിച്ചത്. അപ്പൊ അതുകൊണ്ട് ക്ഷേത്രത്തിലാകട്ടെ, വിദ്യാലയങ്ങളിലാകട്ടെ, പാഠ്യപദ്ധതിയിലാകട്ടെ കിട്ടിയ എല്ലാ സ്ഥലത്തും കമ്മ്യൂണിസത്തെ തിരികെ കയറ്റിയാൽ അതിന്റെ അനന്തരഫലം ലോകത്തെ മറ്റെല്ലായിടത്തും എന്താണോ സംഭവിച്ചത് അതുപോലെ ഈ കേരളത്തിൽ നിന്ന് കമ്മ്യൂണിസത്തെ തൂത്തു പുറത്തിടും. അതിന് എത്ര നാളിനി മുന്നോട്ട് പോകണം എന്ന് മാത്രമേ നോക്കാനുള്ളൂ. വളരെ പ്രസക്തമായ ഒരു വരിയാണ് ശ്രീ B. രാധാകൃഷ്ണ മേനോൻ. ഈ കടയ്ക്കൽ മാത്രമല്ല, കടയ്ക്കലിലെ വിപ്ലവ പാട്ട് പുഷ്പനെ അറിയാമോ ഒക്കെ അവിടെ നിൽക്കട്ടെ, അതിന് പിന്നിൽ കാണിച്ച DYFIയുടെ പതാക, അരിവാൾ ചുറ്റിക നക്ഷത്രം, ഇതുപോലെ മറ്റൊന്ന് കണ്ണൂരിൽ സംഭവിച്ചുവല്ലോ. അവിടെ കലശം വരവിനിടെ ഇൻകുലാബ് സിന്ദാബാദ് എന്ന് വിളിക്കുന്നു, പോലീസിനെ തല്ലുന്നു, നാട്ടുകാർ തടയുമ്പോൾ അത് പോലീസിന് നേരെയുള്ള രോഷമായി മാറുന്നു. മറ്റൊരു ക്ഷേത്രത്തിൽ കണ്ണൂരിൽ തന്നെ ചെഗുവേരയുടെ കൊടി പാറിക്കുന്നു, DJ പാട്ട്, കമ്മ്യൂണിസ്റ്റ് സൂക്തങ്ങൾ, ഇതൊക്കെയാണ് അവർ എവിടെയും ചെയ്തത്. അതായത് ശശികല ടീച്ചർ പറഞ്ഞു നിർത്തിയിടത്ത് നിന്നൊരു ചോദ്യമാണെങ്കിൽ വിനാശകാലേ വിപരീത ബുദ്ധിയോ? അൺമ്യൂട്ടാക്കാമോ? കമ്മ്യൂണിസം എന്ന് പറയുന്നത് ലോകത്തിലെവിടെയും ഇന്നിപ്പോ അവശേഷിക്കാത്ത ഒരു അമൂല്യ വസ്തുവായി മാറിക്കൊണ്ടിരിക്കുക. അപ്പൊ ആ കമ്മ്യൂണിസ്റ്റ് ആശയത്തിന്റെ പേരിൽ അവരൊരു സംഘടന ഉണ്ടാക്കിപ്പോയി എന്നുള്ളതാണ് അവരൊക്കെ ചെയ്ത തെറ്റ് എന്ന് നമ്മൾ അവരെ ഒരുപാട് ആക്ഷേപിക്കണം എന്ന് ചിന്തിക്കണം. കാരണം അവരേതായാലും ആ ഒരു ആശയം ഉണ്ടാക്കി, ആ ആശയം ലോകത്തിൽ എല്ലായിടത്തും ഇല്ലാതായി. ഇനിയിപ്പോ അമ്പലങ്ങളെ സംബന്ധിച്ച് അവർക്ക് എന്താണ് അമ്പലം എന്നറിയില്ല, എന്താണ് ആരാധന എന്നറിയില്ല. ഇതൊക്കെ അറിയാത്തവർ ആ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ വരുമ്പോഴുണ്ടാകുന്ന വളരെ അപകടകരമായ സാഹചര്യം അതാണ്. ഇപ്പോ കടയ്ക്കലായാലും ആറ്റുകാലിൽ പൊങ്കാലയ്ക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി ആ പൊങ്കാലയ്ക്ക് എത്തുന്ന ആളുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ തയ്യാറാവുന്ന ആളുകളെ അടിച്ചോടിക്കാൻ തുടങ്ങുന്ന ആ സഖാക്കളുടെ സമീപനത്തിലും ഒക്കെ പ്രകടമാവുന്നത് ഇവര് വിചാരിക്കുന്നത് ഇവർ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്ത് ഇനിയിപ്പോ ക്ഷേത്ര കാര്യങ്ങളിലേക്ക് കടന്നു കയറി ക്ഷേത്ര കാര്യങ്ങളിൽ ആളുകൾക്ക് എന്താണോ വേണ്ടത് അത് ഞങ്ങൾ കൊടുക്കാം, അത് ഞങ്ങളുടെ പാർട്ടി തീരുമാനിക്കാം എന്നെല്ലാമുള്ള ഒരു അജണ്ടയുമായിട്ട് ഇപ്പൊ ഇറങ്ങിയതുപോലെയാണ് അടുത്ത കാലത്തായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അമ്പലങ്ങളോടുള്ള കുറേയേറെ നമുക്കറിയാം.
ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ രൂപപ്പെട്ടു. അതിനുശേഷം അവർ ആദ്യമായിട്ട് ജനാധിപത്യ മാർഗത്തിലൂടെ കേരളത്തിൽ അധികാരത്തിൽ വന്നു 57. ഇങ്ങനെയെല്ലാം വന്ന സമയത്ത് ഈ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും ദ്രോഹപരമായ സമീപനം എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ള പാർട്ടിയാണത്. അത് എം ശങ്കരൻ നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രി ആയപ്പോൾ മുതൽ അവരുടെ പാർട്ടി സഖാക്കൾ, ഒപ്പം ആ ഭരണ സംവിധാനം, ഇവരെല്ലാവരും അമ്പലഭരണം ഏറ്റെടുക്കുകയും വിശ്വാസം നശിപ്പിക്കുകയും ഒരേ സമയം ചെയ്യുന്ന സമീപനം ഭരണത്തിലിരുന്നു കൊണ്ട് നടപ്പാക്കിയവരാണ്. ആ നടപ്പാക്കൽ ഇപ്പോഴും തുടരുന്നു. ഇടക്കാലത്ത് അതിനെതിരായി ജനസമൂഹം ജാഗരൂകരായപ്പോൾ ഇന്നിപ്പോൾ ക്ഷേത്രങ്ങളിൽ പ്രത്യേകിച്ച് ഒരു അന്തരീക്ഷം, ഒരു വിശ്വാസത്തിന്റെ അന്തരീക്ഷം അതെല്ലാം ഡെവലപ്പ് ചെയ്തു. അതേസമയം ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ ഭരണത്തിൽ, കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ ആ ഒരു കേരളം, അക്ഷരാർത്ഥത്തിൽ കേരളത്തിലെ ക്ഷേത്രങ്ങൾ അങ്ങേയറ്റം നശിച്ച് നാരണക്കല്ല് പിടിക്കുക എന്ന് നമ്മൾ പറയും പോലെ ആയിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ നിന്നും ഈ ക്ഷേത്ര വിശ്വാസികളുടെ ഇടയിൽ ഉണ്ടായ ഉണർവിലൂടെ ഇന്ന് രൂപപ്പെട്ട വിശ്വാസത്തിന്റെ അന്തരീക്ഷവും ക്ഷേത്രത്തിന്റെ ഉയർച്ചയും ക്ഷേത്രത്തിന്റെ സാമ്പത്തിക സംവിധാനത്തിലെ വളർച്ചയും ഒക്കെ കാണുമ്പോൾ ഇതെല്ലാം അങ്ങ് ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങളിലൂടെ നടപ്പാക്കാം എന്നുള്ള അഹങ്കാരമോ ആ കമ്മ്യൂണിസ്റ്റ് സംവിധാനത്തിന്റെ അതിപ്രസരത്തിലൂടെ ഈ ഒരു കാര്യം ഞങ്ങൾ നടപ്പാക്കി ആളുകളെ സഹായിച്ചേക്കാം, ആ സഹായികൾ ഞങ്ങളാണ് എന്ന് ബോധ്യപ്പെടുത്താനുള്ള പരിശ്രമമോ എന്തൊക്കെയാണ് അവർ ചെയ്യുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ല എന്നാണ് അവരിൽ പലരോടും ഇടപെടുമ്പോഴല്ലേ വർത്തമാനം പറയുമ്പോഴൊക്കെ എനിക്ക് തോന്നുന്നത്. ഞാൻ ഒരുപാട് നാളുകളായിട്ട് ഒരു ക്ഷേത്രോപദേശക സമിതിയുടെ പ്രസിഡന്റായും മറ്റ് 4-5 ക്ഷേത്ര കമ്മിറ്റികളുമായി ബന്ധപ്പെട്ട് ഇതെല്ലാം ദേവസ്വം ബോർഡിന്റെ തന്നെയാണ്, അവരുമായി ബന്ധപ്പെട്ടും ഒക്കെ നിരന്തരം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇപ്പൊ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ആറന്മുളയും തിരുവമ്മണ്ടൂരും തൃച്ചിറ്റാറ്റും തൃക്കൊടിത്താനും എല്ലാം ചേർന്ന് ആ ക്ഷേത്രങ്ങളും ഒക്കെ ആയി നിരന്തരം എല്ലാം ദേവസ്വം ബോർഡിന്റെ. പക്ഷെ അവിടെയൊക്കെ ദേവസ്വം ബോർഡിലെ പല ഉദ്യോഗസ്ഥർക്കും ഇത് നന്നായി നടക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ അതേസമയം തന്നെ നടക്കണ്ട എന്ന് ആഗ്രഹിക്കുന്ന ഇടതുപക്ഷ യൂണിയൻകാർ വ്യാപകമായിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി സംവിധാനം, ആ പാർട്ടി സംവിധാനത്തിന്റെ ഭാഗമായി വരുന്ന യൂണിയൻ സംവിധാനം, ആ യൂണിയൻ സംവിധാനം ഈ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ അവരുടെ ആ യൂണിയന്റെ തലത്തിലുള്ള ജോലിക്ക് വേണ്ടിയാണ് പരിശ്രമിക്കുന്നത്. അതാണ് അടുത്ത കാലത്ത് ഈ ക്ഷേത്രങ്ങളിലെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ടും ചില വിവാദങ്ങൾ ഉണ്ടാവാനും അല്ലെങ്കിൽ കാലങ്ങളായി ഉണ്ടാകുന്ന വിവാദങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള രീതിയും ഒക്കെ പരിശോധിക്കുമ്പോൾ, കാരണം ക്ഷേത്രത്തിലെ ജോലി എന്ന് പറയുന്നത് ഒരു സമർപ്പണമാണ്. ആ സമർപ്പണമുള്ള ഒരു സമാജം, സമൂഹം ഇവിടെ ഉള്ളത് കൊണ്ടാണ് ക്ഷേത്രം നിലനിൽക്കുന്നത്. ക്ഷേത്രത്തിന്റെ വിശ്വാസം, ഹിന്ദുവിന്റെ വിശ്വാസം എന്ന് പറയുന്നത്, ഹിന്ദു സമാജത്തിൽ ആരെങ്കിലും ആ ഹിന്ദുവിനെ വിശ്വാസിയാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അമ്പലത്തിൽ പോകാൻ വേണ്ടി പ്രത്യേകിച്ച് ഒരു ചടങ്ങ് നടത്തിയിട്ട് അവരെ പറഞ്ഞു വിടുവല്ല, മറിച്ച് ആ കുഞ്ഞുങ്ങൾ അമ്മയുടെ അമ്മിഞ്ഞപ്പാൽ കുടിക്കുമ്പോൾ അതിനൊപ്പം അവരുടെ മനസ്സിലേക്ക് കടന്നു കയറുന്നതാണ് വിശ്വാസം. ആ അമ്മ പറഞ്ഞു കൊടുക്കുന്ന കഥകളിലൂടെയും പറഞ്ഞു കൊടുക്കുന്ന ഈശ്വര വിശ്വാസത്തിലൂടെയുമാണ് ഹിന്ദു വിശ്വാസം തുടർന്നു വരുന്നതും നമ്മുടെ നാട്ടിലടക്കം എല്ലായിടത്തും അതിന്റെ തുടർച്ച രൂപപ്പെടുത്തുന്നു. അതിനെയൊക്കെ മാറ്റിമറിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ പുതിയ കാലഘട്ടത്തിൽ ആ പുതിയ യുവജനങ്ങളുടെ ഇടയിൽ, പുതിയ ചെറുപ്പക്കാരായ സ്ത്രീകളുടെ ഇടയിലൊക്കെ ആ മാതൃത്വം തന്നെ ആവശ്യമില്ല. ആ മാതൃത്വം നമുക്ക് അപകടകരമാണ്. അല്ലെങ്കിൽ ആ മാതൃത്വത്തെ അത് സ്ത്രീ വിമോചനത്തിന്റെ പേരിൽ അതിനെ എതിർത്തേക്കാം, അതല്ലെങ്കിൽ അത് ഇല്ലാതാക്കാം എന്നൊക്കെയുള്ള ഒരു സമീപനം നിരന്തരമായി സ്വീകരിക്കുന്നവരാണ് ഈ കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ ഇടതുപക്ഷ ചിന്തക്കാർ. അവര് അതിന്റെ പേരിൽ ഇവിടെയൊക്കെ ഉണ്ടാക്കിയ എന്തെല്ലാം വിവാദങ്ങളുണ്ട്. ശബരിമല ദർശനത്തിന്റെ കാലത്ത് അതിനെ സംബന്ധിച്ചിട്ടുണ്ടായ വിവാദവും അതില് ബിന്ദു അമ്മിണിയെ അടക്കം ചാക്കിൽ കെട്ടി വണ്ടിക്കകത്തിട്ട് മുകളിൽ കൊണ്ടുപോയി ഇറക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അവരുടെ പോലീസും ഒക്കെ നടത്തിയ പരിശ്രമവും ഒക്കെ നമ്മൾ കണ്ടതല്ലേ. അപ്പൊ അതേപോലെയുള്ള ധാരാളം ഇവിടുത്തെ വിശ്വാസത്തെ നശിപ്പിക്കാനും ചോദ്യം ചെയ്യാനും ഇല്ല എന്ന് വരുത്താനും വേണ്ടിയുള്ള നിരന്തരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ആ പാർട്ടിയുടെ നേതാക്കൾക്കും പ്രവർത്തകർക്കുമെല്ലാം ഇന്നുണ്ടായ തിരിച്ചറിവ് ഈ ഹിന്ദു സമാജത്തിൽ പ്രത്യേകിച്ച് ക്ഷേത്രവിശ്വാസികളിൽ ഉണ്ടായ ഉണർവും അതിനോടുള്ള ആഭിമുഖ്യവും, ആ ആഭിമുഖ്യത്തെ തങ്ങളുടേതാക്കി എങ്ങനെ മാറ്റാം, ഈ ഭരണ സംവിധാനത്തെ അതിനുവേണ്ടി എങ്ങനെ ഉപയോഗിക്കാം എന്നെല്ലാം ചിന്തിക്കുന്നവരായി അവരിന്ന് മാറിയിട്ടുണ്ട്. അപ്പൊ അവരത്
അതിനുവേണ്ടി ചിന്തിക്കുന്ന സമയത്ത് അവർക്ക് സ്വയം ഇല്ലാത്ത വിശ്വാസം, അല്ലെങ്കിൽ അവർക്ക് അവർ തന്നെ വേണ്ട എന്ന് വെച്ച വിശ്വാസം, അതുവഴി ഈ നാടിന്റെ വിശ്വാസവുമായി നിരന്തരമായി അവർക്ക് നഷ്ടപ്പെട്ട ആ ബന്ധം നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പൊ അവർക്ക് ഇതെങ്ങനെ നടപ്പാക്കണമെന്നും അറിയില്ല. ഇനി ചില ആളുകളെങ്കിലും നടപ്പാക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ആരെങ്കിലും അതിനകത്തുണ്ടെങ്കിൽ അവരെയൊക്കെ പിന്തിരിപ്പന്മാരായിട്ടോ അല്ലെങ്കിൽ മറ്റു തരത്തിലോ ഒക്കെ കാണുന്ന ഒരു സമാജമായി അവരിന്ന് നിൽക്കുകയാണ്. അപ്പൊ അതിനിടയിലാണ് അവര് ക്ഷേത്രങ്ങളിലെ കലാരൂപങ്ങളെ ഇല്ലാതാക്കാൻ. നമുക്കറിയാം, ക്ഷേത്രത്തിൽ ഇവിടെ പുഷ്പനെ അറിയാമോ എന്ന് പാട്ട് വെച്ച് അരിവാൾ ചുറ്റുകയും ഡിവൈഎഫ്ഐയുടെ കൊടിയും കാണിക്കാൻ പോകുമ്പോ, എന്നിട്ട് ചില ആളുകൾ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി സാംബശിവന്റെ റഷ്യയിലെ കഥാപാത്രങ്ങളുടെ കഥ പറഞ്ഞ ആ ക്ഷേത്ര മൈതാനത്തിന്റെ ചരിത്രമൊക്കെ പറയുമ്പോ, സത്യത്തിൽ ഈ നാട്ടിലെ ക്ഷേത്ര കലകളെ ഇല്ലായ്മ ചെയ്യാൻ, കഥകളി, ഓട്ടംതുള്ളലും അടക്കം ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടിരുന്ന ഈ നാടിന്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട ക്ഷേത്ര കലകളെയൊക്കെ നിരന്തരമായി ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി ഈ കമ്മ്യൂണിസത്തിന്റെ പേരിൽ നടത്തിയിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇതര രീതിയിലുള്ള ചില കല എന്ന പേരിൽ പല കോപ്രായങ്ങളും ക്ഷേത്രാങ്കണത്തിലേക്ക് കടന്നു കയറുന്ന സാഹചര്യം ഈ നാട്ടിൽ ഉണ്ടാക്കിയത് വളരെ ആസൂത്രിതമാണ്. അത് അബദ്ധത്തിൽ ഉണ്ടാവുന്നതല്ല. അപ്പൊ അവരെ ആ തരത്തിലുള്ള ക്ഷേത്ര കലകളുടെയും ഈ നാടിന്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള കലാ സംവിധാനങ്ങളെയും അതിന്റെ കഥകളെയും ഒക്കെ ഇല്ലാതെയാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. കാരണം ക്ഷേത്ര കലകൾ എന്ന് പറയുമ്പോൾ ആ കഥകളി ആടുമ്പോൾ കഥകളിയിൽ വരുന്ന കഥകളി പദത്തിൽ പാടുന്നത് ഹിന്ദു വിശ്വാസവുമായി ബന്ധപ്പെട്ട കഥയാണ്. അപ്പൊ ആ തരത്തിൽ ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ട കഥകളും അതിന്റെ ചരിത്രവുമെല്ലാം സാധാരണക്കാരായ ഹിന്ദുവിന്റെ മനസ്സിലേക്ക് എത്തിച്ചേർന്നിരുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ഈ ക്ഷേത്രകലകളിലൂടെയും അമ്മയുടെയും അമ്മൂമ്മയുടെയും ഒക്കെ നാവിലൂടെയും ഒക്കെയാണ്. ഏറ്റവും ഒടുവിൽ കേൾക്കുന്ന ഒരു വാർത്ത, അതായത് മധുര പാർട്ടി കോൺഗ്രസ് വരുന്നു. ഈ കാസർഗോട്ടെ ഒരു പാർട്ടി ഗ്രാമം ഒരു വിപ്ലവ തീർത്ഥയാത്ര നടത്തുകയാണ്. അതിൻ്റെ ക്യാപ്ഷൻ എന്താണെന്നറിയോ? പഴനി ആണ്ടവനെ കാണാം, പാർട്ടി കോൺഗ്രസ്സിലും പോകാം എന്നാണ്. അതായത് ഈ വിപ്ലവത്തിനുമേൽ വല്ലാതെ വിരളി പൂണ്ട് വിശ്വാസത്തെ ഏറ്റുകെട്ടാനുള്ള ശ്രമത്തിലാണ് ഇടതു സഖാക്കൾ, അല്ലേ? ഇത് കമ്മ്യൂണിസത്തിന്റെ പരാജയമാണ് കാണിക്കുന്നത്. 1939 പിണറായിലെ പറഞ്ഞാൽ നയവ്യതിയാനം, നയവ്യതിയാനമല്ല, പരാജയം എന്ന് തന്നെ പറയുന്നത്. വ്യതിയാനം മാത്രമല്ല, ഇതിനെ വ്യതിയാനത്തിന്റെ ഒരു ചെറിയ ഇതിൽ നമുക്ക് ഒതുക്കാൻ കഴിയും. ഇതൊരു പരാജയമാണ്. കാരണം എന്താണോ തങ്ങൾ നയമായി പറഞ്ഞിരുന്നത് അതിന്റെ നേരെ വിപരീതം ചെയ്യേണ്ടി വരിക എന്ന് പറയുമ്പോൾ അത് പരാജയമാണ്. തങ്ങൾ പറഞ്ഞിരുന്നതെല്ലാം അത് ഒരിക്കലും നടപ്പാക്കാൻ കഴിയാത്തതാണ് എന്നും കമ്മ്യൂണിസമേ കാലഹരണപ്പെട്ടു എന്നും. ഇന്ന് പാർട്ടിയുടെ പേര് മാത്രമേ, മറിച്ച് കമ്മ്യൂണിസം അവര് ഈ പറഞ്ഞ പോലെ 1939 പിണറായിലെ പാറപ്പുറത്ത് കരുപ്പിടിച്ച ഈ പ്രസ്ഥാനം അന്ന് മുതൽ വിശ്വാസത്തിനെതിരായിരുന്നു, വിശ്വാസികൾക്കെതിരായിരുന്നു. പക്ഷെ അവർക്ക് അവസാനം പാർട്ടി കോൺഗ്രസിന് ആളെ കിട്ടണമെങ്കിൽ പഴനിയാണ്ടവനെ തൊഴണം എന്ന സ്ഥിതിയിൽ എത്തിയെങ്കിൽ ആ പ്രത്യയശാസ്ത്രം ഇനി ഇല്ല. ഇനി അതിന്റെ പേരിൽ മസിൽ പെരുക്കേണ്ട ആവശ്യമില്ല അവർക്ക്. അങ്ങനെ ഒരു സംവിധാനം ഇല്ല എന്നുള്ളത് തന്നെയാണ്. അത് പരസ്യമായിട്ടാണ്, രഹസ്യമായി അല്ല. നമ്മുടെ ഏതോ സിനിമയിൽ പണ്ട്, സിനിമയുടെ പേരെനിക്ക് ഓർമ്മയില്ല, മറ്റേ സുകുമാരി ചേച്ചി പറയുന്നുണ്ട്, പാർട്ടി സമ്മേളനത്തിന് പോയി തിരിച്ചു വന്ന് ഭർത്താവിനോട് പറയുന്നത്, ഞാൻ അവിടെ ഇറങ്ങിയത് അമ്മയൊന്ന് കാണാൻ പോയി. അത് ആ അമ്മ ഏതമ്മയായിരുന്നു? സ്വന്തം അമ്മയല്ല, നമുക്കറിയാം. അത് കൊടുങ്ങല്ലൂർ അമ്മയോ ചോറ്റാനിക്കര അമ്മ, അങ്ങനെ ഏറെ ക്ഷേത്രത്തിൽ പോയ കഥയാണ് പറയുന്നത്. തിരിച്ചു വന്ന് വണ്ടി കയറി പോരുകയും ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ അത് ഒരു പക്ഷേ കമ്മ്യൂണിസത്തിന്റെ പരാജയത്തെ കണ്ടുകൊണ്ട് എഴുതിയ അല്ലെങ്കിൽ സൃഷ്ടിച്ച ഒരു കഥാപാത്രമാണ് അത് ആ രൂപത്തിൽ. ഇന്ന് വിശ്വാസത്തിന്റെ മേമ്പൊടി ഇല്ലെങ്കിൽ കമ്മ്യൂണിസത്തിന്റെ വഴിയെ ആരും പോകാത്തൊരവസ്ഥയാണ്. പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് പോലും അവരുടെ വീടുകളിലൊക്കെ ഗംഭീരമായ പൂജ നടത്തുകയും അല്ലെങ്കിൽ കാടാമ്പുഴയിൽ പോയി മറ്റേ പൂങ്ങൂടൽ നടത്തുകയും ഒക്കെ ഒളിച്ച് തലയിൽ മുണ്ടിട്ടാണെങ്കിലും ഒക്കെ ചെയ്യേണ്ടുന്ന അവസ്ഥ. അണികളൊന്നും തലയിൽ മുണ്ടിടാതെ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ കമ്മ്യൂണിസം എന്ന ഇനി ആ പ്രത്യയശാസ്ത്രത്തിന്റെ പേരിൽ മസിൽ പെരുക്കാതിരിക്കുക. ആ പരാജയപ്പെട്ട ഒരു പ്രത്യയശാസ്ത്രത്തെയാണ് ഇത്തരത്തിൽ വികലമായി കടക്കൽ ക്ഷേത്ര സന്നിധിയിൽ അടക്കമുള്ളിടത്തേക്കൊക്കെ കെട്ടി എഴുന്നള്ളിക്കുന്നത്. കാരണം പരാജയപ്പെട്ടു എന്ന് അവർക്ക് മനസ്സിലായി. ഇനി അത് മാത്രമല്ല, ആ പരാജയം സംഘടനയുടെ പ്രത്യയശാസ്ത്രം പരാജയപ്പെട്ടിടത്തല്ല, ഇപ്പോൾ ഇതൊരു വാശിയാണ്. സർവ്വം നശിപ്പിക്കണം, അവനവൻ തകർന്നു കഴിഞ്ഞു, സർവ്വവും നശിപ്പിക്കണം എന്നൊരു വാശി, ഒരു സാഡിസം, അതിന്ന് ഇവിടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിൽ ഉണ്ടോ എന്ന് തോന്നണം. കാരണം ഒന്ന്, അവർ വീടുകൾ തകർക്കാൻ തുടങ്ങി. കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷം ഒന്ന് ചിന്തിച്ചു നോക്കൂ.
പരസ്പരം അവിശ്വസിച്ചുകൊണ്ട് അന്യോന്യം കൊല്ലാൻ മടിയില്ലാതെ ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും കുടുംബം ഉപേക്ഷിച്ച് പോകാൻ, കുട്ടികളെ ഉപേക്ഷിക്കാൻ, കൊല്ലാൻ, ക്രൂരമായി കൊലപാതകം നടത്താൻ, എവിടെയാണിത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും അർബൻ നക്സലിസും ഒക്കെ കുടുംബത്തിന്റേതായ ചില മൂല്യങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ സനാതന മൂല്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനെയൊക്കെ ഇല്ലാതാക്കി കുടുംബങ്ങൾ ഒരുവിധം നാനാവിധമാക്കി. ആളുകൾ മനഃശാന്തി തേടി എത്തുന്നത് ക്ഷേത്രങ്ങളെ പോലുള്ള സ്ഥലങ്ങളിൽ. അവിടെ ഇതുപോലുള്ള പേക്കൂത്തുകൾ കാട്ടിയിട്ട്, കാരണം മനുഷ്യനെ ഈ ചെഗുവരയെ പോലെയുള്ള കുറച്ച് കാലങ്ങളായി പതിറ്റാണ്ടുകൾ, എന്റെ ഒന്നും കുട്ടിക്കാലത്ത് ഞാൻ ഈ ചെഗുവരയൊന്നും എവിടെയും കണ്ടിട്ടില്ല. വിപ്ലവം ജയിക്കട്ടെ, വിഗ്രഹങ്ങൾ തകരട്ടെ എന്ന് പറഞ്ഞ് എനിക്ക് പണ്ട് പൊതുയോഗങ്ങളും മറ്റേ മുദ്രാവാക്യങ്ങളൊക്കെ ഏത് പ്രസ്ഥാനത്തിന്റെ ആണെങ്കിലും ഇഷ്ടം. കുട്ടിക്കാലം മുതലേ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഞാൻ എവിടെയും ചെഗുവരയെ കണ്ടിട്ടില്ല. എന്റെ കുട്ടിക്കാലത്തൊക്കെ എന്റെ ഗ്രാമത്തിൽ നിരന്തരമായി CPM പരിപാടികൾ നടക്കുമ്പോൾ ഞാൻ എവിടെയും ചെഗുവരയെ കണ്ടിട്ടില്ല. പക്ഷെ കഴിഞ്ഞ കുറച്ച് പതിറ്റാണ്ടുകളായിട്ട് ചുണ്ടിൽ പുകയുന്ന ചുറ്റുമായി ചെഗുവരെ അവതരിപ്പിക്കുന്നത് കേരളത്തെ നശിപ്പിക്കാൻ തന്നെയാണ്. കേരളത്തിന്റെ യുവത്വത്തെ മദ്യത്തിലേക്കും മയക്കുമരുന്നിലേക്കും ഒക്കെ പിന്നെ കൊണ്ട് തള്ളിയിടുക. അങ്ങനെ ഈ ഒരു സമാജത്തെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ലെങ്കിൽ ഇങ്ങനെ ഒരു സമാജം വേണ്ട എന്നുള്ളൊരു ധാരണയിലെത്തും. അതിനൊക്കെ വലിച്ചാണ് അമ്പലത്തിലേക്ക് എത്തുന്നത്. അമ്പലത്തിലെ പുറകെ തെളിയുന്നത് ചെഗുവരയാണ്. ആരാണ് ഇവിടെ കേരളത്തിന് ചെഗുവര? ഈ മയക്കുമരുന്നിലേക്കും മദ്യത്തിലേക്കും തള്ളിയിടുക എന്നതിൽ കവിഞ്ഞ് എന്ത് ഉദ്ദേശമുള്ളത്? കുടുംബം തകർക്കുക എന്നതിൽ കവിഞ്ഞ് എന്ത് ഉദ്ദേശം? ചെഗുവര നടത്തി എന്ത് പോരാട്ടം കേരളത്തിൽ നടത്താനുള്ളത്? എന്താണ് അതിന് സമാനമായ സാഹചര്യം ഉള്ളത്? ഞാൻ ഒരിക്കൽ മലപ്പുറം ജില്ലയിൽ ഒരു UP സ്കൂളിന്റെ പരിസരത്ത് കൂടി പോകുമ്പോൾ ആ UP സ്കൂളിന്റെ പടിക്കൽ ഒരു 50 മീറ്റർ പോലും ദൂരമില്ലാതെ വലിയൊരു ഫ്ലക്സ് ചുണ്ടിൽ പുകയുന്ന പിന്നെ ചുരുട്ടുമായിട്ട് ചെഗുവരയിരിക്കുന്നു. എന്ത് സന്ദേശം ഈ ചെറുവ് പിള്ളേർക്ക് കൊടുക്കാനുള്ളത്? അപ്പൊ ഇവിടുത്തെ കുടുംബം നശിപ്പിച്ചു, എല്ലാ മൂല്യങ്ങളെയും നശിപ്പിച്ച് ശാന്തി നേടി എത്തുന്ന ക്ഷേത്രങ്ങൾ പോലും ഇല്ലാതൊക്കെ. ഒരുപക്ഷെ ആ ശാന്തി കൊടുക്കുക എന്നുള്ളത് അത് നടക്കുന്ന ആരാധനാലയം ക്ഷേത്രങ്ങൾ മാത്രമാണ്. മറ്റുള്ളതൊക്കെ ഒരുപക്ഷെ അവരെ ഒരു മിലിറ്റന്റ് സംവിധാനത്തിലൂടെ ഉറപ്പിച്ചു നിർത്തുക എന്നതിൽ കവിഞ്ഞ് ഒരു ശാന്തി പ്രദാനം ചെയ്യുന്ന ഒരു സംവിധാനമില്ല. അതുകൊണ്ട് തന്നെ അലോഷിയുടെ പാട്ട് ഒരിക്കലും പള്ളിയിൽ വെക്കില്ല, ക്രിസ്ത്യൻ പള്ളിയിലോ അല്ലെങ്കിൽ മുസ്ലിം പള്ളിയിലോ വെക്കില്ല. അവർ സമ്മതിക്കില്ല എന്നത് വേറൊരു കാര്യം. കാരണം അവിടെ ഒരു പക്ഷേ ഈ ശാന്തി കൊടുക്കുക എന്നതിൽ കവിഞ്ഞ് തങ്ങളുടേതായ ചില ചിട്ടവട്ടങ്ങളിൽ ഒതുക്കി നിർത്തുക എന്നുള്ളതാണ് അത്തരം ആരാധനാലയങ്ങൾ നടക്കുന്നത്. പക്ഷെ ഹൈന്ദവ ആരാധനാലയങ്ങളിൽ അതല്ല. അവർക്ക് ഏത് രൂപത്തിൽ വേണമെങ്കിൽ ചിന്തിക്കാം, എങ്ങോട്ട് വേണമെങ്കിൽ പോകാം. അവരങ്ങനെ ഒരു ഇട്ടാവട്ടത്തിനുള്ളിൽ അടയ്ക്കുന്നില്ല. പകരം ശാന്തി തേടിയാണ് അവരെത്തുന്നത്. പല പല വിധത്തിലുള്ള അസ്വസ്ഥതകൾ, അത് ലഹരിയല്ല ശാന്തി, മറിച്ച് ആ ക്ഷേത്രത്തിലെത്തുന്ന തൊഴുമ്പോൾ അവൻ കിട്ടുന്ന ഒരു ശാന്തിയുണ്ട്. അത് തേടിയാണ് ആ ലഹരി. ഹരിയിൽ ലയിക്കുക എന്നത് ലഹരിയുടെ ഒരു വാക്കാണ്. ആ ഹരിയിൽ ലയിക്കാൻ ആഗ്രഹിച്ചാണ് അവൻ ക്ഷേത്രത്തിലെത്തുന്നത്. അവനെ കൊണ്ടുപോലും അവിടെ ആ ശാന്തി ഇല്ലാതാക്കി അതിനെയും അശാന്തിയുടെ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ അധികാരത്തിൽ കയറുന്നു. ഇനി കടക്കല് അവർ ക്ഷേത്രവിശ്വാസികളോടും ക്ഷേത്രത്തോടും ചെയ്യുന്നത് കേവലം ഈ പാട്ട് മാത്രമല്ല. പാട്ട് നിസ്സാരമാണെന്നാണ് ഞങ്ങൾ അന്വേഷിച്ച് പറഞ്ഞത്. അത് മഞ്ഞുമലയുടെ ഒരു മുകളറ്റം മാത്രമാണ്. ആ ക്ഷേത്രത്തിന്റെ കണ്ണായ സ്ഥലങ്ങൾ മുഴുവൻ സഖാക്കൾ കയ്യേറിയിരിക്കുകയാണ് ക്ഷേത്രത്തിന്റെ ചുറ്റും. അവർ കോടികളാണ് അത് വെച്ചുണ്ടാക്കുന്നത്. കച്ചവട സ്ഥാപനങ്ങൾ മറ്റുണ്ടാക്കിയ സ്ഥലം മുഴുവൻ ക്ഷേത്രത്തിന്റെയാണ്. നിയമപരമായി ഒരു അവകാശവും ഇല്ലാതെ ക്ഷേത്രത്തിന്റെ ചുറ്റുമുള്ള സ്ഥലങ്ങൾ സഖാക്കളും പാർട്ടിയും കയ്യേറി കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ക്ഷേത്ര മൈതാനവും ക്ഷേത്രക്കുളവും ഒക്കെ കാർണിവലിന് വിട്ടുകൊടുത്തുകൊണ്ട് ലക്ഷങ്ങളും കോടികളുമാണ് പാർട്ടി സമ്പാദിക്കുന്നത്. ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ ഉത്സവത്തിന് വരെ ക്ഷേത്ര മൈതാനം പാർട്ടി ലേലത്തിനെടുത്തു, അല്ലെങ്കിൽ പാർട്ടി ഒരു ചെറിയ തുകയ്ക്ക് ലേലത്തിനെടുത്തുകൊണ്ട് മറ്റുള്ള കച്ചവടക്കാർക്ക് വേണ്ടി അത് മറിച്ചു കൊടുത്തു. ഇതിന്റെയൊക്കെ പേരിൽ അവർക്ക് വെറും പണം ഉണ്ടാക്കുന്ന ഒരു കറവ പശു മാത്രമാണ് ക്ഷേത്രം. ആ പണം ഉണ്ടാക്കാനുള്ള കറവ പശു ആയ പോലും ആ ഒരു നന്ദിയെങ്കിലും ക്ഷേത്രത്തോട് കാണിച്ചിരുന്നുവെങ്കിൽ ഇതുപോലുള്ള പേക്കൂത്ത് അവർ ക്ഷേത്രത്തിൽ ചെയ്യുമായിരുന്നു. വിപ്ലവം ക്ഷേത്രത്തിലല്ല വേണ്ടു. ചർച്ചയുടെ അടുത്ത ഘട്ടത്തിൽ 2 അതിഥികൾ കൂടി നമുക്കൊപ്പം ചേരുന്നു. വലതു നിരീക്ഷകൻ N. ശ്രീകുമാർ, ഇടതു നിരീക്ഷകൻ ഡോക്ടർ B. ജയരാജ്. ശ്രീ B. ജയരാജ്, എന്തൊക്കെയാണ് കേൾക്കുന്നത്? ക്ഷേത്ര മുറ്റങ്ങളിൽ അലോഷി പാടുന്നു, പാടട്ടെ. പക്ഷെ അലോഷി പാടുന്നത് എന്ത് എന്ന ചോദ്യം, അലോഷി പാടുമ്പോൾ പിന്നിൽ കാണിക്കുന്നതെന്ത് എന്ന ചോദ്യം, കാവിലെ ഉത്സവത്തിന് ചെഗുവേരയുടെ കൊടി പാറിക്കുന്നത് എന്തിന് എന്ന ചോദ്യം, ആറ്റുകാൽ ക്ഷേത്രത്തിൽ പൊങ്കാല നടക്കുമ്പോൾ അതിന് കിലോമീറ്ററുകൾ മാത്രം അകലെ ഉച്ചഭക്ഷണം പൊങ്കാലയ്ക്കെത്തിയവർക്ക് നൽകാൻ പാകം ചെയ്യുന്ന യുവാവിനെ പാർട്ടിയോട് ചോദിക്കാതെ എന്തിനു ചെയ്തു എന്ന് ചോദിച്ചടിക്കുന്നു. ഈ ക്ഷേത്രത്തോട് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഈ അടുത്ത കാലത്തായി ഇത്രമാത്രം ആർത്തി എന്താണ്? ഡോക്ടർ B. ജയരാജ് പറഞ്ഞ 2-3 കാര്യങ്ങൾ, ഈ ആർത്തി എന്ന് പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലായില്ല. അൺമ്യൂട്ട് ആക്കാം, സൗണ്ട് കേൾക്കുന്നില്ലെന്ന്. കേൾക്കാം. സൗണ്ട് കേൾക്കാമോ? കേൾക്കാം. ഓക്കെ. ഇതിനകത്ത് ഈ ആർത്തി എന്നുള്ള വാക്ക് ഉദ്ദേശിച്ചത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. കടയ്ക്കൽ സംഭവമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ അതിപ്പോൾ ഒരു സംഭവമായി തീർന്നിരിക്കുകയാണല്ലോ. അതായത് ക്ഷേത്രാചാരങ്ങൾ, ക്ഷേത്ര അലകളും ഒക്കെ ക്ഷേത്ര
ക്ഷേത്രാങ്കണത്തിനുള്ളിലാണ് നടത്തുന്നത്. ക്ഷേത്രത്തിൻ്റെ പുറമേ നടക്കുന്ന, ക്ഷേത്രത്തിൻ്റെ വെളിയിൽ നടക്കുന്ന പരിപാടികൾ ഈ പറഞ്ഞ നേരത്തെ ഞാൻ പറഞ്ഞ ശ്രീ രാധാകൃഷ്ണ മേനോൻ പറഞ്ഞിട്ട് ഞാൻ കേട്ടോണ്ടിരുന്നതായിരുന്നു. അവിടെ കഥകളിയും പിന്നെ കൂടിയാട്ടവും കൂത്തും പാടകവും ഓട്ടംതുള്ളലും പിന്നെ തിരുവാതിരയും ഇതൊക്കെ നടക്കുന്നത് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലാണ്. ക്ഷേത്രത്തിൻ്റെ പുറത്ത് നടക്കുന്ന പരിപാടികൾ നമുക്ക് അത്തരം നിഷ്കർഷകൾ വയ്ക്കാനാവില്ല. കാരണം ഒരുപാട്, ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി നാടകം ഞാൻ കണ്ടിട്ടുള്ള ഒരു ക്ഷേത്രപ്പറമ്പിൽ തന്നെയാണ്. ഈ ക്ഷേത്രങ്ങളെ സാധാരണഗതിയിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ സമീപിക്കുന്ന ഒരു കൾച്ചറൽ സെൻ്ററായിട്ടാണ്, ആത്യന്തികമായിട്ട് ഒരു സാംസ്കാരിക വിനിമയത്തിൻ്റെ ഇടം എന്നുള്ള അർത്ഥത്തിലാണ് കാണുന്നത്. വളരെ വിശാലമായൊരു കാഴ്ചപ്പാടിലാണ്. നിങ്ങൾ പറയുന്ന പോലെ വളരെ സങ്കുചിതമായൊരു കാഴ്ചപ്പാടിലൂടെ അല്ല. ഒന്ന്. രണ്ട്, ഈ പറഞ്ഞത് രാധാകൃഷ്ണ സാറ് തന്നെ നേരത്തെ പറയുണ്ടായി, പിന്നെ വി സാംബശിവൻ്റെ, ശരിക്കും വി സാംബശിവൻ്റെ കഥാപ്രസംഗം കേട്ടിട്ടാണ് എനിക്ക് വേൾഡ് ക്ലാസിക്കുമായിട്ട് അടുപ്പമുണ്ടായത്. റഷ്യൻ കഥകൾ മാത്രമല്ല വി സാംബശിവൻ പറഞ്ഞിരുന്നത്. ലോക സാഹിത്യത്തിനെ മലയാളിയിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി സ്തുത്യർഹമായ സേവനം നയിച്ച് നടത്തിയിട്ടുള്ള ശ്രീ വി സാംബശിവൻ്റെ കഥകളിലൂടെയാണ് ഞാൻ ലോകത്തെ അറിഞ്ഞത്. അന്ന് ഈ ഫിലിം ഫെസ്റ്റിവലൊന്നും അത്ര ഇതല്ല. ലോകത്തിൻ്റെ മറ്റു രാജ്യങ്ങളിൽ അതും ഇവിടെ ജീവിക്കുന്നത് പോലെയാണ് മനുഷ്യർ ജീവിക്കുന്നതെന്ന് ആൻഡ് ക്വയറ്റ് ക്ലോസ് ദ ഡോൺ എന്ന് പറയുന്ന ഷൊളോക്കോവിൻ്റെ കഥാപ്രസംഗത്തിലൂടെയും അതല്ലെങ്കിൽ അനീസിയ എന്ന് പറഞ്ഞ കഥയിലൂടെയും ഒതെല്ലോ, ഷേക്സ്പിയറിൻ്റെ ഒതെല്ലോ ഒക്കെ ഞാൻ അറിയുന്നത് വി സാംബശിവൻ്റെ കഥകളിലാണ്. അതൊക്കെ വളരെ കൊച്ചു കാലത്ത്, ഒരു 4ാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് എനിക്ക് ഈ കഥകളുമായിട്ട് എക്സ്പോഷർ ഉണ്ടാകുന്നത്. അത്തരത്തിലുള്ള ഒരു സാംസ്കാരിക വിനിമയത്തിൻ്റെ സ്ഥലങ്ങളായിട്ടാണ് പിന്നെ ഈ ക്ഷേത്രാങ്കണങ്ങളെ കാണുന്നത്. പിന്നെ ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ടത്, ഇത് ആളുകളുടെ ഡിമാൻഡ് അനുസരിച്ചാണ് ഈ അലോഷിയെ പോലുള്ള ഒരാൾ പാടുന്നത്. അയാളുടെ ഒരു പ്രീ സെറ്റ് പ്രോഗ്രാമാണ്. ഇപ്പോൾ ഒരു പ്രത്യേക പാട്ട് പാടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് അതുമായിട്ട് അനുബന്ധമായിട്ടുള്ള ആളുകൾ, അത് അതിലൊരു വൈരുദ്ധ്യമുണ്ടല്ലോ. ആൾക്കാർ അപ്പോൾ ആവശ്യപ്പെടുന്ന പാട്ടാണ് പാടുന്നതെങ്കിൽ എങ്ങനെയാണ് പെട്ടെന്ന് ഡിവൈഎഫ്ഐയുടെയും അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിന്റെയും ഒക്കെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നത്? അലോഷി പാടുന്നത് ഏറ്റവും കൂടുതൽ പാർട്ടി സമ്മേളനങ്ങളിലും പാർട്ടി വേദികളിലും ഒക്കെയാണ്. പാർട്ടി സമ്മേളനം ഇവിടെ പേരൂർക്കട പരിപാടി ഉണ്ടായിരുന്നു, തൊട്ടപ്പുറത്ത് പേയാട് പരിപാടി ഉണ്ടായിരുന്നു. ഞാനത് കാണാൻ പോയില്ല. പക്ഷെ അത്തരം പരിപാടികളിലാണ് അത് ക്ഷേത്രോത്സവ പരിപാടിയുമായി ബന്ധപ്പെട്ട്, ക്ഷേത്രത്തിനകത്ത് പാടിച്ചില്ല എന്നുള്ളതല്ലല്ലോ, ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ടുള്ള പരിപാടിയാണത് അല്ലേ? നമ്മൾ ഈ പറയുന്ന പോലെ ഈ ബാലയൊക്കെ ചില സ്ഥലത്തൊക്കെ ഈ ഇതുണ്ടായി, ദേവപ്രശ്നമൊക്കെ വെച്ചിട്ട് ഈ ക്ഷേത്രത്തിൽ ബാലയെ മാത്രമേ നടത്താവൂ, അല്ലെങ്കിൽ അങ്ങനെയുള്ള പരിപാടികൾ മാത്രമേ നടത്താവൂ എന്ന് പറഞ്ഞാൽ അവിടെ ബാലയൊന്നും കാണാൻ ആരുമില്ല. ഈവൻ നാടകം കാണാൻ പോലും ആരുമില്ല. ജനങ്ങൾ വരണ്ടേ? ഇപ്പം മാറുന്ന കാലത്തിനനുസരിച്ച് നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. അത് ക്ഷേത്രത്തിൻ്റെ പുറത്ത് നടക്കുന്നതാണ്. ഇപ്പം ഞാനവിടെ എൻ്റെ നാട്ടിൽ ശിവരാത്രി നടത്തിയപ്പോൾ എന്ത് പ്രോഗ്രാമാണ് ചെയ്തതെന്ന് ചോദിച്ചപ്പം, ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ രാമേന്ദ്ര പുലവരെ കൊണ്ടുവന്നിട്ട് ഒരു മറ്റേ രാമായണം ഉണ്ടല്ലോ, ആ രാമായണം നിങ്ങൾ കാണിക്കുക, അത് ഈ നാട്ടിലുള്ള ആരും കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അത് ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് വെച്ച് നടത്തിയിട്ട് കഴിഞ്ഞ വർഷത്തെ ശിവരാത്രിക്കാണ്. അത് ഗംഭീര വിജയമായിരുന്നു. അതിനുശേഷം ഓട്ടംതുള്ളൽ, ഞാൻ തന്നെ പഠിപ്പിച്ച ഒരു കുട്ടിയുടെ, ആരോമൽ എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടിയുടെ ഓട്ടംതുള്ളലാണ് അവിടെ നടത്തിയത്. അത് ക്ഷേത്രത്തിന് അകത്ത് നടക്കുന്ന പരിപാടി. എല്ലാ വർഷവും അവിടെ തിരുവാതിര നടക്കാറുണ്ട്. അതിൻ്റെ വെളിയിൽ നടക്കുന്ന നാടകങ്ങൾ ചിലപ്പം ആറ്റിങ്ങൽ ദേശാഭിമാനിയുടെ നാടകമായിരിക്കും, KPSCയുടെ നാടകമായിരിക്കും, അതല്ലെങ്കിൽ ഏതെങ്കിലും ഏഞ്ചൽ വോയിസിൻ്റെ ഗാനമേളയായിരിക്കും. ഇതിനകത്തൊക്കെ ഇത്തരത്തിലുള്ള റിക്വസ്റ്റുകൾ വരാറുണ്ട്. ഇങ്ങനെയുള്ള പാട്ടുകൾ പാടാനായിട്ടുള്ള റിക്വസ്റ്റുകൾ വരാറുണ്ട്. ഒരു പരിപാടി ക്ഷേത്രാങ്കണത്തിന് പുറത്തു നടന്നാൽ പോലും ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട പൂജകളോ ഘോഷയാത്രയുടെ വരവോ ഒക്കെ ഉണ്ടാകുമ്പോൾ ഈ പരിപാടി നിർത്തിവെക്കാറുണ്ട്. അതിനർത്ഥം ഈ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട പരിപാടിയാണ് പുറത്ത് നടക്കുന്നത്. അതിലെന്തിനാണ് ഡിവൈഎഫ്ഐയുടെ പതാക? ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ ക്ഷേത്രോത്സവമായിട്ട് ബന്ധപ്പെട്ടിട്ട് അത്തരം ക്ഷേത്ര പരിപാടികളുമായിട്ട് വരുമ്പോൾ മാത്രമല്ല, പല സ്ഥലങ്ങളിലും പല ക്ഷേത്രങ്ങളിലും നമ്മൾ അങ്ങേയറ്റം സെക്യുലർ ആയിട്ടുള്ള ആളുകളായത് കാരണം പല സ്ഥലങ്ങളിലും വാങ്ക് വിളിക്കുമ്പോൾ പോലും പരിപാടികൾ നിർത്തിവെക്കാറുണ്ട്. അല്ലെങ്കിൽ പള്ളിയിലൊരു പ്രത്യേക അനൗൺസ്മെൻ്റ് ഒക്കെ ഉള്ളാകുമ്പോൾ ഒരു മണിയടിക്കുമ്പോഴൊക്കെ പരിപാടി നിർത്തിയിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ അതൊരു സഹിഷ്ണുതയുടെ ഭാഗമായിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നതാണ്. അതുപോലെ പരിപാടികൾ വരുമ്പം ആറാട്ട് നടക്കുന്ന സമയത്ത് അല്ലെ എഴുന്നള്ളിപ്പ് വരുന്ന സമയത്തൊക്കെ പരിപാടി എല്ലാ സ്ഥലങ്ങളിലും നിർത്തിവെക്കാറുണ്ട്. അതിനുശേഷമാണ് പരിപാടി. ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എത്രയോ വർഷങ്ങളായിട്ട് ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ്. എൻ്റെ വിശ്വാസം വേറെയാണ്, എൻ്റെ രാഷ്ട്രീയം വേറെയാണ്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടിക്കുഴച്ചുകൊണ്ട് ഇതിനകത്ത് നിന്ന് രാഷ്ട്രീയത്തിൽ നിന്ന് മുതലെടുപ്പ് നടത്തേണ്ടുന്ന കാര്യങ്ങളൊന്നുമില്ല. അത് മാത്രമല്ല, ഒരു പ്രത്യേക രാഷ്ട്രീയക്കാരുടെ ആണ്
ഈ ക്ഷേത്രവും ക്ഷേത്ര പരമ്പുകളും ക്ഷേത്രാചാരങ്ങളും എന്നൊക്കെ അവകാശപ്പെടാൻ അങ്ങനെ ആർക്കും ഒരു പിട്ടൂരൊന്നും കൊടുത്തിട്ടില്ല. അങ്കണത്തിന് പുറത്ത് ബലികുടീരങ്ങളെ എന്ന് പാടിക്കോളൂ, അല്ലെങ്കിൽ പുഷ്പൻ എവിടെയാണ് എന്ന് ചോദിച്ചോളൂ, പ്രശ്നമൊന്നുമില്ല. പക്ഷേ പതാകകൾ എന്തിന്? പതാകകളുടെ കാര്യം ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ആറ്റുകാൽ ക്ഷേത്രത്തിൽ ഉത്സവം, ആറ്റുകാലല്ല വെള്ളായണി ക്ഷേത്രത്തിൽ ഉത്സവം നടന്നപ്പോൾ ഒരു നാഷണൽ ചാനലിൽ അന്നേരമാണ് ഞാൻ ഈ സംഭവം അറിയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ കൊടി അഴിച്ചു മാറ്റണം എന്ന് പറഞ്ഞ് അവിടെ മൊത്തം കാവി കൊടികൾ കെട്ടിയിട്ട് നേരത്തെ പറഞ്ഞ കണക്കിൽ ഈ സനാതനത്തിന് എപ്പോഴാണ് ഈ കാവി കളർ കിട്ടിയെന്നുള്ളത് നമുക്കിനി ഗവേഷണം നടത്തേണ്ടിയിരിക്കുന്നു. എന്നാണ് സനാതന മൂല്യം വന്നെന്നുള്ളത് അത് വേറൊരു ഡിബേറ്റാണ്. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. ആ കാവി കളർ എങ്ങനെയാണ് സാഫ്രൺ ആയതെന്നൊക്കെ ഉള്ളതിനെ കുറിച്ച് നമ്മൾ ഗവേഷണം നടത്തേണ്ടിയിരിക്കുന്നു. എന്താണ് പറയണം? ഈ കാവിക്കൊടി എന്നാണ് സനാതന ധർമ്മത്തിന്റെ പ്രതീകമായത് എന്നാണ് ഡോക്ടർ ബി ജയരാജ് ചോദിക്കുന്നത്. അദ്ദേഹം നല്ലൊരു വിശ്വാസിയാണെന്നും ക്ഷേത്രവുമായൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു ശിവരാത്രി നടത്തിയ കഥയൊക്കെ. അപ്പോ സനാതന ധർമ്മവും കാവിയും തമ്മിലുള്ള ബന്ധം പോലും അദ്ദേഹത്തിന് അറിയില്ല എന്ന് പറഞ്ഞാൽ ക്ഷേത്രങ്ങളിൽ അത്തരം കാര്യങ്ങളല്ലേ പഠിപ്പിക്കേണ്ടത്? അവിടെ പുഷ്പനെ അല്ലല്ലോ അന്വേഷിക്കേണ്ടത്. സനാതന ധർമ്മത്തിന്റെ പ്രതീകമല്ല, സനാതന ധർമ്മത്തിന്റെ വിശ്വാസമല്ല, ഇതല്ലേ ചിന്തിക്കേണ്ടത്. സനാതന ധർമ്മത്തിന് ഒരു നിറത്തിനോടും അലർജി ഇല്ല, അത് വേറെ കാര്യം. ഒരു നിറത്തിനോടും അലർജി ഇല്ല. അമ്പലങ്ങളിൽ വെളിച്ചപ്പാട് കൊടുക്കുന്നത് ചുവന്ന പട്ടാൻ, അത് CPM-ന്റെ കൊടിയല്ല. പട്ട് ചാർത്ത് എന്ന് പറയുമ്പോൾ ക്ഷേത്രങ്ങളിൽ കൊടുക്കുന്നത് പട്ടാൻ, അതുവരെ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. ഇപ്പൊ മുമ്പൊരിക്കലും ഒരു വലിയ വിവാദം ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, മറ്റേ വർഷത്തിലൊരിക്കൽ മാത്രം നട തുറക്കുന്ന ക്ഷേത്രത്തിന്റെ പേര് തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിൽ. അവിടെ ലക്ഷക്കണക്കിന് പേരാണ് പട്ട് ചേർക്കുന്നത്. ഈ പട്ടൊക്കെ കൂടെ വണ്ടി കയറ്റി CPM-ന്റെ കൊടിയൊക്കെ കൊണ്ടുപോകും. അതുമായി ബന്ധപ്പെട്ടൊരു വിവാദമൊക്കെ അവിടെ ഉണ്ടായി. അപ്പൊ ചാർത്തുന്നത് പട്ടാണ്. ഒരാളും അത് CPM-ന്റെ ആണെന്ന് വിചാരിച്ച് ചാർത്താതിരിക്കുന്നില്ല. നമ്മുടെ ആളുകൾ മരിച്ചാൽ അത് ഏത് പാർട്ടി പെട്ടത്, CPM പെട്ടവനല്ല, ചുവന്ന പട്ടാണ് മേലുള്ളത്. അതൊക്കെ ഒരു ആചാരത്തിന്റെ ഭാഗമാണ്, അതല്ലാതെ അത് പാർട്ടി കൂടിയല്ല. അതുപോലെ തന്നെയാണ് സനാതന ധർമ്മവും കാവ്യവുമായിട്ടുള്ള ബന്ധം. ആ ബന്ധം അത് ഹൈന്ദവ സംഘടനകളിൽ നിന്ന് അങ്ങോട്ട് കിട്ടിയതല്ല. ഹൈന്ദവ സംഘടനകൾക്ക് 100 വർഷത്തെ പഴക്കേ, രാഷ്ട്രീയ സ്വയംസേവക സംഘം പോലും 100 എത്തി നിൽക്കുകയാണ്. 100 വർഷമല്ലല്ലോ സനാതന ധർമ്മവും കാവ്യയും തമ്മിലുള്ള ബന്ധമുണ്ട്. ഇവിടുത്തെ സന്യാസിമാരെ കാവ്യ പിടിപ്പിച്ചത് RSSO, ഹിന്ദു ഐക്യവേദിയോ വിശ്വ ഹിന്ദു പരിഷത്തല്ലല്ലോ അവരെ കാവ്യ പിടിപ്പിച്ചത്. അതൊക്കെ സഹസ്രാബ്ദങ്ങളായി തുടർന്നു വരുന്ന ഒരു പാരമ്പര്യമാണ്, സനാതന ധർമ്മത്തിന്റെ പ്രതീകമാണ്. അപ്പോ അത് എന്തുകൊണ്ട് എന്താണ് മറ്റേ മുസ്ലിം സംഘടനകളും പച്ചയും തമ്മിലുള്ള ബന്ധം എന്താ എന്നുള്ളത് ആലോചിച്ച് ഇവരാരും തലമുറയ്ക്കാറില്ലല്ലോ. അവര് നബിദിനവുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അവർ ഏത് കൊടി ഉയർത്തുന്നതിനെ പറ്റി, ഏത് അലങ്കാരം തൂക്കുന്നതിനെ പറ്റി ഇവർക്ക് യാതൊരു വിഷമവും ഇല്ലല്ലോ. ഞാനൊരിക്കൽ കാസർഗോഡ് ഉണ്ടായിരുന്നു ഒരു നബിദിനത്തിന്. അവിടെ ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് റോഡിന്റെ ഡിവൈഡറിന്റെ നടുക്കോട് പച്ച വലിയ ഐസ് ക്യൂബുകൾ വെച്ചിരിക്കും. അലങ്കാരത്തിന് നബിദിന ഘോഷയാത്ര വരുന്ന സമയത്ത് ഭീമാകാരമായ ഐസ് ക്യൂബുകൾ വെച്ചിരിക്കുക പച്ച നിറത്തിലുള്ളത്. അവരാകെ പച്ചയാക്കുമ്പോൾ ഇവർക്ക് ഒരു തരത്തിലുള്ള അസ്വസ്ഥത വരുന്നില്ലല്ലോ, ഇവര് തല പുകയ്ക്കുന്നില്ലല്ലോ. എന്താണ് ബന്ധം, പച്ചയും ഇവരും തമ്മിൽ എന്താണ് ബന്ധം എന്നതിനെ പറ്റി ഒന്നും തല പുകയ്ക്കുന്നില്ലല്ലോ. അപ്പൊ ഈ ഭാരതത്തിൽ ജനിച്ച് ക്ഷേത്ര വിശ്വാസിയാണ് എന്ന് പറഞ്ഞ് ക്ഷേത്ര കാര്യങ്ങൾ നടത്തി അദ്ദേഹത്തിന് സനാതന ധർമ്മവും കാവ്യയും തമ്മിലുള്ള ബന്ധം ഇനി ഒരാള് ട്യൂഷൻ എടുത്ത് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ദുസ്ഥിതി എന്തുണ്ട്? അവരാരും ക്ഷേത്രങ്ങളിൽ മറ്റേ വിശ്വ ഹിന്ദു പരിഷത്തിന്റെയോ ഹിന്ദു ഐക്യവേദിയോ ഒന്നും കൊടി ഉയർത്തേണ്ട ആവശ്യമില്ല. അവിടെ കാവ്യ അലങ്കാരം ഉപയോഗിക്കുമ്പോൾ അതിന് എന്തിനായിട്ടുള്ള അസ്വസ്ഥതാണ് ഈ നേരത്തെ പറഞ്ഞത്. വെളിച്ചപ്പാട് പട്ടുടുക്കുമ്പോൾ അതാണ്, അല്ലെങ്കിൽ ചുവന്ന പട്ടുടുക്കുമ്പോൾ അഴിച്ച് കാവ്യ എടുക്കാൻ ആരും പറയാറില്ല. അതൊക്കെ പൊട്ടന്മാരെ പറയുള്ളൂ. അതൊക്കെ ഒരു കാലങ്ങളായി വരുന്ന ഒരു കീഴ്വഴക്കമാണ്. അതുകൊണ്ട് വെളിച്ചപ്പാട് RSS ആണെന്ന് ആരും ധരിക്കുന്നില്ല. തമിഴ്നാട്ടിൽ പോയാൽ കാണാം, ഈ ആറുപടയും വീട്ടിലേക്കൊക്കെ ഉള്ള തീർത്ഥയാത്രക്കാർ അവർ പച്ചയാണ് എടുക്കുന്നത്. പച്ച മുസ്ലിമുമായി ബന്ധപ്പെട്ടതാണെന്ന് പറഞ്ഞ ഒരാൾ അവർ അരക്ക് കുത്തിപ്പിടിച്ചത് കഴിക്കാറില്ല. മഞ്ഞ എടുക്കുന്ന പീതാംബര വസ്ത്രധാരികൾ ഇഷ്ടമല്ല. പഴനിക്ക് പോകുന്നു, ശബരിമലയ്ക്ക് പോകുന്നവർ കറുപ്പെടുക്കുമ്പോൾ പഴനിക്ക് പോകുന്നവർ മഞ്ഞയാണ് എടുക്കുന്നത്. ബ്രഹ്മചാരികൾ മഞ്ഞയാണ് എടുക്കുന്നത്. സനാതന ധർമ്മത്തിന് ഒരു നിറത്തിനോടും അലർജിയില്ല. പക്ഷെ പൊതുവായി മണ്ണിന്റെയും സൂര്യന്റെയും അല്ലെ സൂര്യകിരണങ്ങളുടെയും ഒക്കെ നിറം നമ്മുടെ സനാതന ധർമ്മത്തിന്റെ, നമ്മുടെ സഹനത്തിന്റെ, ക്ഷമയുടെ, നമ്മുടെ എല്ലാറ്റിന്റെയും പ്രതീകമായി നമ്മളോട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് കാവ്യാണ് എന്നുള്ളത് കൊണ്ട് സനാതന ധർമ്മത്തിന് ഏതിനോടെങ്കിലും ഒന്ന് ഐക്യപ്പെടണമെങ്കിൽ അത് സംശയമില്ല, അത് കാവ്യോടാണ്. അത് ഹൈന്ദവ സംഘടനകൾ സ്വീകരിച്ചപ്പോ CPM-ന്റെ ഏതെങ്കിലും ഒരു വർഗ ബഹുജന സംഘടനകൾ CPM-മായി വിദൂര ബന്ധമുണ്ടെങ്കിൽ അവരുടെ കൊടിയിൽ ചുവപ്പുണ്ടാവില്ല. കാരണം അവർ കമ്മ്യൂണിസത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന സംഘടനകളാണ്. ഇതുപോലെ ഞങ്ങൾ ഹിന്ദു
ധർമ്മത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന സംഘടനകളാണ് ഹൈന്ദവ സംഘടനകൾ. അവർക്ക് അതുകൊണ്ട് കാവ്യ സ്വീകരിക്കാതിരിക്കാൻ നിർവാഹമില്ല. തിരിച്ചല്ല, ഇവിടുന്ന് അങ്ങോട്ടല്ല കൊടുത്തിരിക്കുന്നത്, അവിടുന്ന് ഇങ്ങോട്ടാണ്. അതിപ്പോ ഇങ്ങനെ ഒരു ടൈം കിട്ടുമ്പോൾ എന്താണ് കാവ്യ എന്നുള്ളത് പറയാൻ അല്ലെങ്കിൽ അതിന്റെ തത്വം പ്രതിയും പറയാനുള്ളൊരു വേദി അല്ല ഇത്. അപ്പൊ തീർച്ചയായും ഇദ്ദേഹത്തെ പോലുള്ളവർ അത് പഠിക്കണം. പഠിച്ചിട്ട് ഒഴിവാക്കുകയാണെങ്കിൽ ഒഴിവാക്കിക്കോളൂ. പക്ഷെ എന്തിനാണ് ഈ അപമാനം? നിങ്ങൾക്ക് ഹൈന്ദവ സംഘടനകളെ അപമാനിക്കാം, പക്ഷെ ഇവിടെ നിങ്ങൾ അപമാനിക്കുന്ന ഹൈന്ദവ സംഘടനകളെയല്ല. അപ്പൊ ആ ക്ഷേത്ര വിശ്വാസികൾ ഇത് കണ്ടാ വേദനിക്കുന്നവർ മുഴുവൻ RSSകാരല്ല. അവിടെ കൊടി വേണ്ടാന്ന് ചിന്തിക്കുന്നവർ മുഴുവൻ RSSകാരല്ല. സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ സനാതന ധർമ്മം എന്ന് തന്നെ പറഞ്ഞാൽ അശ്ലീലമാണ്. ഒരു പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞതാണ് അശ്ലീലമാണ് എന്നുള്ളത്. ബ്രാഹ്മണിൽ നിന്ന് കുട്ടികൾ ഉണ്ടാകുന്നത് ശ്രേഷ്ഠമാണ് എന്ന് സനാതന ധർമ്മത്തിന്റെ വക്താക്കൾ, ഏതെങ്കിലും ഒരു വിഭാഗത്തിലെ പറഞ്ഞ സനാതന ധർമ്മത്തിന്റെ വക്താക്കൾ, അവർക്കെതിരെ കേസില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഫ്രാൻസിസ് എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ പേര് ഒരു കമന്റിന്റെ പുറത്ത് കേസെടുത്തു. ഇത് ക്രിമിനൽ സ്വഭാവം ചില മതവിഭാഗങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനെതിരെ കേസെടുത്തു. പക്ഷെ ഇവിടെ കേസില്ല. ഇവിടെ പറയുന്നത് RSSന്റെ വിശ്വാസം എന്നല്ല പറഞ്ഞത്, ബ്രാഹ്മണന്റെ കുട്ടികൾ ഉണ്ടാക്കണം, ഇത് RSSന്റെ വിശ്വാസം എന്നല്ല പറഞ്ഞത്, RSS അശ്ലീലമാണെന്നല്ല പറഞ്ഞത്, ഹിന്ദു ഐക്യവേദി അശ്ലീലമാണെന്നല്ല പറഞ്ഞത്. സനാതന ധർമ്മം അശ്ലീലമാണ്. സനാതന ധർമ്മത്തിന്റെ വക്താക്കൾ ഈ രൂപത്തിലാണ്. അപ്പോൾ ഇവർ കുറച്ച് കാലമായിട്ട് സനാതന ധർമ്മം നിലനിന്നാൽ ഈ രാഷ്ട്രത്തിന്റെ വളർച്ച അവർക്ക് തടയാൻ സാധിക്കില്ല. അതുകൊണ്ട് ആ സനാതന ധർമ്മത്തിനെതിരെ നമ്മുടെ ചിന്തകൻ പറയുന്ന പോലെ തന്നെ അത് യുദ്ധമാണെന്ന് പറഞ്ഞത്. പൊളിറ്റിക്കൽ ഇസ്ലാമിനോട് സമരസപ്പെട്ടേ മതിയാകൂ, പക്ഷെ ഹിന്ദുത്വത്തോട് യുദ്ധമാണ്, നിരന്തരമായ യുദ്ധമാണ് എന്നൊക്കെ ഒരു വേണ്ടന്റെ സംസാരം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അതുപോലെ ഇവർ നിരന്തരമായ യുദ്ധമാണ് സനാതന ധർമ്മത്തിന്റെ മൂല്യങ്ങളോട്, പ്രതീകങ്ങളോട്, വിശ്വാസങ്ങളോട്, സ്ഥാപനങ്ങളോട്, സംഘടനകളോട് എന്താ പറയേണ്ടത്, മുടിപ്പിച്ചേ അടങ്ങൂ എന്നതൊരു യുദ്ധമാണ്. പക്ഷെ സംഗതി നടക്കണമെന്ന് വെച്ചാൽ നീറ് കടിക്കണമായിരിക്കും. ഈ നീറ് ഇത് കടിക്കുമ്പോ അതിന്റെ ധാരണ ആളെ കൊല്ലാന്നുള്ളതാണ്. പക്ഷെ സത്യം പറഞ്ഞാൽ നീറാണ് ചത്തുപോകുന്നത്. ഒരിക്കലും ആളെ കൊല്ലാൻ നേരിട്ട് സാധിക്കില്ല. ഇതാണ് ഇപ്പൊ ശ്രീകുമാർ, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യേകിച്ച് CPMന്റെ ഈ അടുത്ത കാലത്തുള്ള ക്ഷേത്രസ്നേഹം, വിശ്വാസ പ്രണയം, ഇതൊക്കെ അടവു നയമാണോ, പ്രത്യയശാസ്ത്ര വ്യതിയാനമാണോ, അതോ വൈരുദ്ധ്യാത്മക ഭൗതികവാദമാണോ, അതോ പരാജയം പതിവാക്കുന്നതിൻ്റെ തുടക്കമാണ്? ഇതൊന്നുമല്ല, കാലാകാലങ്ങളിൽ വോട്ട് കിട്ടാൻ വേണ്ടി അവർ കാണിക്കുന്ന ചില കുതന്ത്രങ്ങൾ മാത്രമാണ്. കാരണം CPMനെ സംബന്ധിച്ചിടത്ത് അവരുടെ പ്രത്യയശാസ്ത്രവും അതുപോലെ മറ്റു അവരുടെ ഗതികളൊന്നും സാധാരണ രീതിയിൽ ഇപ്പോൾ ഉപയോഗപ്പെടുത്താറില്ല. പാർട്ടി കാലാകാലങ്ങളിൽ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ സമയത്ത് എന്തെങ്കിലും നയമുണ്ടാക്കും. അതിന് നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു അടവ് നയമെന്നോ എന്തെങ്കിലും പറഞ്ഞൊരു പേരിടും. പക്ഷെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് CPM കുറേ കാലമായിട്ട് ഈ വിശ്വാസികളുടെ ഇടയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നു എന്നുള്ളത് ആലോചിക്കണം. അതിന് അവർ പറയുന്നത് കേരളത്തിൽ BJP വളരാതിരിക്കണമെങ്കിൽ, കോൺഗ്രസിൻ്റെ മൃദു ഹിന്ദുത്വം അവസാനിപ്പിക്കണമെങ്കിൽ പാർട്ടി പ്രവർത്തകരും ഏതാണ്ട് ആ വിഭാഗത്തിനുള്ളിലേക്ക് കടക്കണമെന്ന രീതിയിലാണ്. അതിൻ്റെ ഭാഗമായിട്ട് ക്ഷേത്ര ഉപദേശക സമിതിയിലൊക്കെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അവർ കടന്നുകൂടിയിട്ടുണ്ട്. അതിൻ്റെ സെക്രട്ടറി വരെ ആയിട്ടുണ്ട്. ചില പ്രമുഖ ക്ഷേത്രങ്ങളുടെ ഉപദേശക സമിതിയുടെ സെക്രട്ടറി വരെ CPMൻ്റെ നേതാക്കളായിട്ടുണ്ട്. അതുമാത്രമല്ല, കൃഷ്ണരാജ് ആലോചിച്ചാൽ അറിയാം, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിട്ട് മുൻകാലങ്ങളിലൊന്നും CPM അവരുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ നിയോഗിച്ചിരുന്നില്ല. പക്ഷേ രണ്ട് ടേം മുമ്പ് അവർ അനന്തഗോപനെയാണ് അവിടെ പ്രസിഡൻ്റാക്കിയത്. അനന്തഗോപൻ CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പറായിരുന്നു. അതിപ്പോൾ കൊച്ചി ദേവസ്വം ബോർഡാണെങ്കിൽ ഇപ്പോൾ അവരാക്കാൻ പോകുന്നത് CPMൻ്റെ മുൻ ഏരിയ സെക്രട്ടറിയാണ്. അതുപോലെ മലബാർ ദേവസ്വം ബോർഡിൽ അവരാക്കിയിരിക്കുന്നത് ഷൊർണൂരിലത്തെ CPM നേതാവിനെയാണ്. മുൻകാലങ്ങളിൽ ഈ ദേവസ്വങ്ങളുടെയൊക്കെ ഭരണം അവർ ഏൽപ്പിച്ചിരുന്ന ഘടകകക്ഷികളെയാണ്. അത് ദേവസ്വം ബോർഡ് ചെയർമാൻ സ്ഥാനം പങ്കിട്ട് കൊടുത്തിരുന്നതും ഘടകകക്ഷികൾക്കാണ്. ഇപ്പം നോക്കൂ, CPIക്ക് പോലും ചെയർമാൻ സ്ഥാനമില്ല. ഇപ്പം ഗുരുവായൂർ ദേവസ്വമാണെങ്കിൽ CPM ആണ്, തിരുവിതാംകൂർ ദേവസ്വം CPM ആണ്, മലബാർ ദേവസ്വവും CPM ആണ്. CPIക്ക് പോലും അവിടെയില്ല. അപ്പം എന്തുകൊണ്ടാണ് CPM ഇങ്ങനെ ക്ഷേത്ര ദേവസ്വങ്ങളുടെ സ്ഥാനങ്ങളിൽ കയറി പറ്റുന്നതെന്ന് വെച്ചാൽ, അവരെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഇന്ന് ജനങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അത് കേരളത്തിൽ കമ്മ്യൂണിസം പറഞ്ഞു നടന്നാൽ വോട്ട് കിട്ടില്ല എന്നവർക്ക് തോന്നിയിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ അവരവരുടെ പ്രവർത്തകരെ പഠിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ അവർ പെട്ടെന്ന് എടുത്തു ചാടി വിശ്വാസികളുടെ പ്രീതി പിടിച്ചു പറ്റാൻ ക്ഷേത്രങ്ങളിൽ പാർട്ടി പ്രവർത്തകർ സഹകരിക്കണമെന്നാക്കി.
അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം വരുമ്പോൾ പാർട്ടി പ്രവർത്തകരുടെ ആശയക്കുഴപ്പം ഉണ്ടാവും. ഇങ്ങനെ ആശയക്കുഴപ്പം ഉണ്ടാകുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ചർച്ചയ്ക്ക് ആധാരമായ കൊല്ലം കടയ്ക്കൽ ക്ഷേത്രത്തിൽ നടന്ന ആ ഗാനമേള. അവിടെ ഔചിത്യത്തിൻ്റെ ആണ് പ്രശ്നം, വേറെ ഒരു പ്രശ്നമൊന്നും ഞാൻ കാണുന്നില്ല. ഔചിത്യത്തിൻ്റെ ആണ്. ഒരു ഗാനമേള നടക്കുന്നത്, ഇവരിപ്പോൾ പറയുന്നത്, നമ്മുടെ സുഹൃത്ത് ജയരാജ് അടക്കം പറയുന്നത് ക്ഷേത്ര ഉത്സവവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിന് പുറത്ത് നടത്തിയ ഒരു പരിപാടി എന്നാണ് പറഞ്ഞത്. ക്ഷേത്ര ഉത്സവവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രം ഇവിടെ നടത്തിയാലും ശരി, അത് ക്ഷേത്രാചാരത്തിൻ്റെ ഭാഗമാണ്. ഗാനമേള നടത്തുമ്പോൾ സാധാരണ ക്ഷേത്രങ്ങളിലെ ഭക്തി ഗാനങ്ങളെ പാടാറുള്ളൂ. രണ്ടാമത്തെ കാര്യം, തിരുവിതാംകൂർ ഭാഗത്തും മലബാർ ഭാഗത്തും അതുപോലെ മധ്യ കേരളത്തിലുമൊക്കെ ഈ ഉത്സവങ്ങളോടനുബന്ധിച്ച് വ്യത്യസ്ത പരിപാടികളാണ് നടത്തുന്നത്. ഇപ്പോൾ തിരുവിതാംകൂർ ഭാഗത്ത് കൂടുതലും കഥകളിയും കഥാപ്രസംഗവുമാണ്. തൃശ്ശൂർ ഭാഗത്താണെങ്കിൽ അത് കൂടുതലും ഗാനമേളകളും അതുപോലെ തന്നെ മറ്റു ചില തിരുവാതിരകളി അങ്ങനത്തെ ചില നൃത്തരൂപങ്ങളാണ്. മലബാറിലൊക്കെ ആകുമ്പോൾ തെയ്യം ആ രീതിയിലൊക്കെ മാറിപ്പോകുന്നു. അപ്പം ഇങ്ങനെ ഓരോ സംസ്കാരം വരുമ്പോൾ തിരുവിതാംകൂറിൻ്റെ കണ്ണായ സ്ഥലമായ കൊല്ലത്ത് ഒരു ക്ഷേത്രത്തിലെ പരിപാടിക്കിടയ്ക്ക് അവരുടെ ഒരു രാഷ്ട്രീയ ഗാനം, അവരുടെ കൂത്തുപറമ്പ് വെടിവെപ്പ് കേസുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രവർത്തകൻ്റെ പേരുമായി ബന്ധപ്പെട്ട് പാട്ട് പാടുമ്പോൾ അത് ഔചിത്യക്കുറവാണ്. അത് സത്യത്തിൽ അവിടെ അത്രയല്ലേ സംഭവിച്ചുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇത് അവിടെ ഒരു ക്ഷേത്രത്തിൽ പരിപാടി നടക്കുമ്പോൾ സാധാരണഗതിയിൽ അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ പുതിയ സാങ്കേതിക സംവിധാനം അനുസരിച്ച് കാണിക്കുകയാണെങ്കിലും ആ ക്ഷേത്രത്തിൻ്റെ ഉത്സവമോ അല്ലെങ്കിൽ ആ ക്ഷേത്രങ്ങളുടെ മുൻകാലങ്ങളിൽ നടന്ന ആചാരങ്ങളൊക്കെയാണ്. ഇവിടെ കാണിക്കുന്നത് DYFIയുടെ കൊടിയും പാർട്ടി ചിഹ്നവും ഒക്കെയാണ്. അപ്പോൾ ഇവർക്ക് ഒരു ഔചിത്യമില്ലെന്നുള്ളതിൻ്റെ അർത്ഥം. ഈ പാർട്ടിയുടെ പരിഹാസ്യമാവുകയാണ് ചെയ്തത്. അത് മാത്രമല്ല, ഇന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ, ക്ഷേത്രത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പണമുണ്ടെങ്കിൽ ധൂർത്തടിക്കാൻ പാടില്ല. കാരണം ഭക്തരുടെ പണമാണ്. ഭക്തരുടെ പണം എടുത്തിട്ട് വിപ്ലവഗാനം പാടുന്നവർക്ക് കൊടുക്കാൻ പാടില്ലെന്നാണ് അതിൻ്റെ പച്ച മലയാളം. അപ്പം അങ്ങനെ ഇവർ വിപ്ലവഗാനം പാടിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ക്ഷേത്ര മൈതാനം ഉപയോഗിക്കുകയാണെങ്കിൽ അത് അവരുടേതായ ഒരു പരിപാടിക്ക് ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇപ്പം തൃശ്ശൂർ തേക്കിൻകാട് മൈതാനം, ശരിക്കും ആ തേക്കിൻകാട് മൈതാനത്തിൽ ഇപ്പോൾ കൊച്ചി ദേവസ്വം ബോർഡ് ഇട്ടിരിക്കുന്ന പേര് വടക്കുന്നാഥ ക്ഷേത്ര മൈതാനം എന്നാണ്. പക്ഷേ ആ മൈതാനത്ത് CPM സമ്മേളനം നടത്താം, വിപ്ലവഗാനം പാടാം. നേരം മറിച്ച് അവിടെ ശിവരാത്രി ഉത്സവം നടക്കുമ്പോൾ ഇതുവല്ലോ നടക്കുമോ? ഇല്ല. അത് ഞാൻ പറഞ്ഞ CPM കുറേ കാലമായിട്ട് അവരുടെ ഒരു വിഭ്രാന്തിയുണ്ട്. എന്ത്, ഭക്തരെ എങ്ങനെ ഞങ്ങളുടെ കൈക്കലാക്കാം, ഭക്തരെ എങ്ങനെ പോക്കറ്റിലാക്കാം, വിശ്വാസികളെ എങ്ങനെ പോക്കറ്റിലാക്കാം, ഇതൊരു വിഭ്രാന്തി കലർന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവർ ഓരോ ഘട്ടത്തിലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടി നടത്തുകയും പിന്നീട് അതിനെ തള്ളിപ്പറയുകയും ചെയ്യുന്നത്. ഇപ്പോൾ ഇത് ചർച്ചാ വിഷയമായതുകൊണ്ടാണല്ലോ CPM അതിനെ പ്രതിരോധിക്കാൻ വന്നത്. നേരെ മറിച്ച് പാർട്ടി ആ ഏരിയ കമ്മിറ്റി നടത്തിയത്, അല്ലെ ആ ലോക്കൽ കമ്മിറ്റി നടത്തിയത്, അല്ലെങ്കിൽ ആ ഗാനമേള സംഘടിപ്പിച്ചത്, ആ ക്ഷേത്ര സമിതിയിലെ പാർട്ടി ഭാരവാഹികളുണ്ടെങ്കിൽ അവർ ചെയ്തത് തെറ്റാണെന്നല്ല പറഞ്ഞത്. അവിടുത്തെ ഒരു പാർട്ടിയുടെ നേതാവ് കഴിഞ്ഞ ദിവസം ഏതോ ചാനലിൽ പറഞ്ഞത് അതിനെ ന്യായീകരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ഇന്നാണ് അവർ ആ ന്യായീകരണത്തെ എതിർക്കുന്നത്. കാരണം ഹൈക്കോടതി ചെവിക്ക് പിടിച്ചു. ഹൈക്കോടതി എന്താ പറഞ്ഞത്? ക്ഷേത്രാചാരങ്ങൾക്ക് ഇഷ്ടമില്ല, ഹിതകരമല്ലാത്ത ഒന്നും നടത്താൻ പാടില്ലെന്നാണ്. നിങ്ങൾ നോക്കൂ, നമ്മുടെ തൃശ്ശൂർ പൂരം അറിയാമല്ലോ, അത് 101% ക്ഷേത്രാചാരം അടങ്ങിയ ഒരു ഉത്സവമാണ്. പക്ഷെ ആ ക്ഷേത്രാചാരങ്ങൾ, ആ ചിട്ടവട്ടങ്ങൾ അത് മറ്റേ വർണ്ണക്കാഴ്ചയായിട്ട് രൂപം കൊള്ളുമ്പോഴാണ് പൂരമായിട്ട് മാറുന്നത്. അതായത് തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങളിലെ ഭഗവതിമാരുടെ വർഷാദ്യ കൂടിക്കാഴ്ചയാണ് തൃശ്ശൂർ പൂരം. അത് 30 മണിക്കൂറാണ്. നമ്മുടെ ചില ചാനലിലൊക്കെ 36 മണിക്കൂർ എന്നൊക്കെ പറയും. 30 മണിക്കൂറാണ്. അത് ഇടതടവില്ലാതെ, വിശ്രമമില്ലാതെ, ഇടവേളയില്ലാത്ത ചടങ്ങാണ്. ആ ചടങ്ങുകൾക്ക് കുടയും ആലവട്ടവും ചാമരവും നെറ്റിപ്പൊട്ടവും കൊടുക്കുമ്പോഴാണ് പൂരമാകുന്നത്. ആ പൂരം ആസ്വദിക്കാൻ ജാതി മതഭേദമന്യേ എല്ലാവരും എത്തും. അത് തേക്കിൻകാട് മൈതാനത്താണ് നടക്കുന്നത്. പക്ഷേ ക്ഷേത്രത്തിനുള്ളിലേക്ക് വരുമ്പോൾ അവിടെ ആചാരം മാത്രമാണ്, അവിടെ വിശ്വാസികൾക്ക് മാത്രമാണ്, അവിടെ 100% മറ്റേ ക്ഷേത്രത്തിൻ്റെ ചിട്ടപ്രകാരം നടക്കുന്നതാണ്. നേരെ ഇത് പുറത്ത് വരുമ്പോൾ അത് പൂരമായിട്ട് മാറുന്നു. എല്ലാവർക്കും ഒരുമിച്ച് പങ്കാളികളാകാൻ പറ്റും. ആ ക്ഷേത്രത്തിൻ്റെ പൂരത്തിൻ്റെ ഒരു 6 വർഷമോ 7 വർഷമോ മുമ്പ് വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ മുമ്പിലൊരു ബോർഡ് പ്രത്യക്ഷപ്പെട്ടു. തൃശ്ശൂർ പൂരത്തിന് സഹായധനം അനുവദിച്ച പിണറായി വിജയന് അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ബോർഡ് പ്രത്യക്ഷപ്പെട്ടു. തൃശ്ശൂർ പൂരത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യത്തെ ബോർഡാണത്, ഒരു മുഖ്യമന്ത്രിക്ക് അഭിവാദ്യം അർപ്പിച്ച്. അതിനുമുമ്പ് തൃശ്ശൂർക്കാരനായ അച്യുതമേനോൻ ഭരിച്ചിട്ടുണ്ട്, അതിനുമുമ്പ് തൃശ്ശൂർക്കാരനായ കരുണാകരൻ ഭരിച്ചിട്ടുണ്ട്, അതിനുമുമ്പ് തൃശ്ശൂർക്കാരായ ഇക്കണ്ടവാര്യരും അതുപോലെ മറ്റൊരുപാട് പേരും കൊച്ചി രാജ്യത്ത് ഭരിച്ചിട്ടുണ്ട്. അവരുടെ ആരുടെയും പേരും ബോർഡും വന്നിട്ടില്ല. അങ്ങനെ വന്നപ്പോൾ
ഇത് അതിന് അഭിവാദ്യം അർപ്പിച്ച് എത്രയോ 16 ലക്ഷം രൂപയെങ്ങാണ്ട് മറ്റേ പൂരത്തിന് കൊടുത്തു. കോടിക്കണക്കിന് രൂപ ഭക്തർ, വിശ്വാസികൾ, കരക്കാർ പിരിച്ചെടുത്തിട്ടാണ് തൃശ്ശൂർ പൂരം നടത്തുന്നത്. അപ്പോൾ ഈ 14 ലക്ഷം കൊടുത്തിട്ടാണ് അഭിവാദ്യം വെച്ചത്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? ക്ഷേത്രോപദേശക സമിതിയിൽ അവർക്ക് പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. അവരാ ബോർഡ് വെച്ചു. കൊച്ചി ദേവസ്വം ബോർഡ് ഭരിക്കുന്ന CPM ആണ്. ബോർഡ് ആരും എടുത്ത് മാറ്റാനും പോയില്ല. ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് അവരങ്ങനെ ബോർഡ് വെച്ചത്? ആ പൂരത്തിന് അങ്ങോട്ട് ബോർഡ് വെച്ചാൽ അതൊക്കെ CPMന്റെ ഒരു പിന്തുണയോടെയാണ് പൂരം നടത്തുന്നതെന്ന് നമ്മുടെ തൃശ്ശൂർക്കാർ ധരിക്കുമെന്ന് ഇവർ വിചാരിച്ചു. ഇതൊരു മണ്ടത്തരമല്ലേ? അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, ഇവർക്ക് ക്ഷേത്രങ്ങളിൽ കടന്നു കയറണം, പക്ഷേ പരസ്യമായി പറയാനൊരു മടി. എന്നാൽ അത് അണികളിലേക്ക് എത്തിക്കാനായിട്ട് വേണ്ടത്ര പഠന ക്ലാസ്സും കൊടുത്തില്ല. മറ്റേ ശ്രീരാജ് ഒരു കാര്യം മനസ്സിലാക്കണം. അതായത് കുറേ കാലം മുമ്പ് CPMന്റെ നയവും പരിപാടിയും രൂപീകരിക്കുന്ന അവരുടെ സംഘടനാപരമായ ചട്ടക്കൂട് വെച്ചുകൊണ്ടാണ്. അതനുസരിച്ചിട്ട് വേണം അവർ നയമൊക്കെ രൂപീകരിക്കാൻ. ഇല്ലാത്തൊരവസ്ഥയിൽ ആർക്ക് വേണമെങ്കിൽ നയം രൂപീകരിക്കാം എന്നൊരവസ്ഥ വന്നിരിക്കുകയാണ്. അങ്ങനെ ഒരു അവസ്ഥ വരുന്നത് കൊണ്ടാണ് ഈ കടയ്ക്കൽ ക്ഷേത്രത്തിലെ മറ്റേ DYFIയുടെ കൊടി ആ വേദിയിൽ കാണിച്ചത്. അത് നോക്കൂ, അത് സാധാരണ രീതിയിൽ ഇപ്പോഴത്തെ ഒരു ഡിജിറ്റൽ സമ്പ്രദായം വെച്ചുകൊണ്ടാണ് ഈ കൊടിയും പാട്ടും മറ്റേ ചിഹ്നമൊക്കെ അതിൽ കാണിക്കുന്നത്. അത് മുൻകൂട്ടി പ്ലാൻ ചെയ്യേണ്ടത് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ അതവിടെ അവർ പാടിയ പുഷ്പനെ അറിയാമോ എന്നുള്ള പാട്ട് ആ പാർട്ടിയുടെ മറ്റേ സമ്മേളനങ്ങളിൽ പാടുന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗാനമാണ്. അത് അവിടെ പാടിയ അവരുടെ കോൺഗ്രസ്സുകാരുടെ പാട്ട് വേറെയല്ലേ, BJPക്കാരുടെ പാട്ട് വേറെയല്ലേ, മുസ്ലിം ലീഗിൻ്റെയും കേരള കോൺഗ്രസിൻ്റെയും പാട്ട് വേറെയല്ലേ? അതെന്നാൽ എല്ലാം പാടായിരുന്നല്ലോ അവർക്ക്. എന്തിനാ ഇത് മാത്രം പാടിയത്? അപ്പം അതാ പറഞ്ഞ ഔചിത്യമില്ലായ്മ എന്നുള്ളത്. ഇവിടെ നേരത്തെ നമ്മുടെ സുഹൃത്ത് ജയരാജ് പറയുന്നത് കേട്ടു, കഥാപ്രസംഗത്തിലെ സാംബശിവൻ ചില കഥകളൊക്കെ കൊണ്ടുവന്ന്. ശരിയാണ്, സാംബശിവൻ കൊണ്ടുവന്ന കഥകൾ ടോൾസ്റ്റോയ് കഥകളാണ്, അല്ലെങ്കിൽ മറ്റ് ലോക പ്രശസ്തങ്ങളായ ക്ലാസിക്കുകളാണ് മലയാളത്തിലേക്ക് അവതരിപ്പിച്ചത്. സാംബശിവൻ ഒന്നാന്തരം കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു, എല്ലാവർക്കും അറിയാം. കടാമംഗല സദാനന്ദൻ കാഥികൻ ഒന്നാന്തരം കമ്മ്യൂണിസ്റ്റായിരുന്നു, എല്ലാവർക്കും അറിയാം. പക്ഷെ ഇവരൊക്കെ ക്ഷേത്രങ്ങളിൽ വന്ന് കഥാപ്രസംഗം നടത്തുമ്പോൾ ആ ക്ഷേത്രപ്പറമ്പിലെ ഔചിത്യമനുസരിച്ചുള്ള കഥകളാണ് പാടുക. അതിപ്പോൾ ഏത് കഥയും വിദേശ കഥകളും പറയാൻ കുഴപ്പമൊന്നുമില്ല, കഥയാവണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് കാറൽ മാർക്സിൻ്റെ മൂലധനത്തെക്കുറിച്ചല്ല ഇവരാരും പാടിയത്, ലെനിൻ്റെ വിപ്ലവത്തെക്കുറിച്ചല്ല ഇവരാരും പാടിയത്, ഒക്ടോബർ വിപ്ലവത്തെക്കുറിച്ചല്ല ഇവരാരും കഥ പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വളരാൻ കഴിയാത്ത, CPMന് വളരാൻ കഴിയാത്ത സാഹചര്യത്തിൽ അവരെന്ത് ചെയ്തു? അവരിതുവരെ പറഞ്ഞിരുന്ന കുറേ വിപ്ലവവും പ്രത്യയശാസ്ത്രവും അതുപോലെ വൈരുദ്ധ്യാത്മക ഭൗതികവാദമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് സാധാരണക്കാരായ ജനങ്ങളെ എല്ലാവരും വിശ്വാസികളാണ്. CPMലെ തന്നെ ഭൂരിപക്ഷവും വിശ്വാസികളാണ്. അവരുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ കഴിഞ്ഞ ദിവസം അവരുടെ കായംകുളം MLA പ്രതിഭ എവിടെയോ പറയുന്നത് കേട്ടു. അവർ വിശ്വാസിയാണെന്ന് പറഞ്ഞു കേട്ടു. അവർ പൊങ്കാലിടുന്നതിനെ കുറിച്ച് പറഞ്ഞത് കേട്ടു. അവർ രാമായണം വായിക്കുന്നവർ മറ്റേ ഫേസ്ബുക്കിലിടുന്നുണ്ട്. ഇനി അതുമാത്രവുമല്ല, ഈ ക്ഷേത്രാചാരങ്ങളുമായി ബന്ധപ്പെട്ട പല പരിപാടികളിലും പാർട്ടി പ്രവർത്തകർ സജീവമായി പങ്കെടുക്കുന്നുണ്ട്. പങ്കെടുക്കുക തന്നെയാണ് വേണ്ടത്. കാരണം ഇത്രയും കാലം അവർ വിശ്വസിച്ചിരുന്നൊന്നും അല്ല മറ്റേ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് വിശ്വാസവും അവിശ്വാസവും മതേതരവും എല്ലാം കൂടി ചേർന്ന ജനാധിപത്യമാണ് ഇന്ത്യയിലുള്ളത്. അതാണ് കേരളത്തിലുള്ളതെന്ന് മനസ്സിലാക്കാൻ ഇത് നല്ലതാണ്. നേരെ മറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത് മാത്രമാണ് ശരി, CPM പറയുന്നത് മാത്രമാണ് ശരി എന്ന് പറഞ്ഞ കാലഘട്ടത്തിൽ നിന്നും അവർ മാറി വരുന്നത് നല്ലതാണ്. പക്ഷെ അപ്പോഴും ഇവിടേക്ക് എത്തുമ്പോൾ ഈ പുതുമ കൊണ്ട് ചിലപ്പോൾ അവർക്ക് മണ്ടത്തരം പറ്റും. അങ്ങനെ പറ്റിയൊരു മണ്ടത്തരമാണ് ഈ കടക്കലിൽ സംഭവിച്ചത്. അത് ഹൈക്കോടതി അത് മുഖവിൽ വളരെ ഗൗരവത്തിലെടുത്തേക്ക് ഹൈക്കോടതി ദേവസ്വം ബോർഡിന് അവർ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് പറയുന്നത് കേട്ടു. ഇക്കാര്യം അന്വേഷിക്കുന്നൊക്കെ. ആരോട് അന്വേഷിക്കാൻ? പാർട്ടിയുടെ പ്രാദേശിക നേതാക്കൾ അറിഞ്ഞുകൊണ്ട് അവിടെ അവതരിപ്പിച്ച കൊടിയും ചിഹ്നമൊക്കെ കാണിച്ചിട്ട് എന്ത് അന്വേഷിക്കാനുള്ളത്? അവർ നടപടി എടുക്കുകയായിരുന്നു വേണ്ടത്. അപ്പോൾ ഇത് അടിസ്ഥാനപരമായ കാരണം എന്താ വെച്ചാൽ ഔചിത്യത്തോടുകൂടി പെരുമാറാൻ, വിശ്വാസികളെ സമീപിക്കുമ്പോൾ ഔചിത്യത്തോടുകൂടി പെരുമാറാൻ പാർട്ടിക്ക് ഇനിയും. ശ്രീ B രാധാകൃഷ്ണ മേനോൻ, നമ്മൾ ഇതിൻ്റെ പൊളിറ്റിക്സ് അത് തന്നെയാണ് കൃത്യമായി പറഞ്ഞു വന്നത്. ഈ BJP വല്ലാതെ വളർന്നു. അത് CPMൻ്റെ ജില്ലാ സമ്മേളനങ്ങളിൽ, സംസ്ഥാന സമ്മേളനത്തിൽ വരെയും കൃത്യമായി അവർ പറഞ്ഞു, ആശങ്കയുണ്ട് ഞങ്ങൾക്ക് എന്ന്. ഈ BJPയുടെ വളർച്ചയ്ക്ക് മറുപടിയോ ഈ ക്ഷേത്രങ്ങളിലേക്കുള്ള CPMൻ്റെ കടന്നുകയറ്റവും ഇത്തരം പ്രവണതകളും? ഒരു പരിധിവരെ CPMന് BJPയുടെ വളർച്ചയെ തടയാനുള്ള ഒരു മാർഗമായി ക്ഷേത്രങ്ങളിലേക്ക് കടന്നു കയറിയാൽ സാധ്യമാകും എന്ന് തോന്നിയിട്ടുണ്ടാവാം.
അത് അവരുടെ ഒരു രാഷ്ട്രീയമായിരിക്കും. കാരണം അതല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, ഒട്ടേറെ കാലഘട്ടങ്ങളായിട്ട് കേരളത്തിലെ പൊതു സമീപനം ക്ഷേത്ര കമ്മിറ്റികളിലേക്കൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ, പ്രത്യേകിച്ച് പാർട്ടി ഭാരവാഹികൾ, അവരാരും വരാറില്ല. പക്ഷെ ഇപ്പോൾ അടുത്ത കാലത്തായി അവർക്കുണ്ടായ ഒരു മാറ്റം, അവർ വളരെ ആസൂത്രിതമായി ആ രംഗങ്ങളിലേക്ക് കടന്നു വരുന്നു. ഇത് എല്ലാ പ്രദേശത്തും. അപ്പൊ അങ്ങനെ വരാൻ ഇടയാവുന്ന വേളയിൽ അവർക്ക് വന്നിട്ടുള്ള ഒരു അപകടം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട് വിശ്വാസികളുടെ മനസ്സിലേക്ക് കടന്നു കയറാൻ സാധിക്കുന്നത് അതിന്റെ ഭാഗമായാൽ മാത്രമാണ് എന്ന യാഥാർത്ഥ്യം അവരിപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. ചില സ്ഥലങ്ങളിലൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. മനസ്സിലാക്കിയിടത്തൊക്കെ ഇന്നിപ്പോ അവര് അതിനൊപ്പം നിൽക്കാനും ചിലയിടങ്ങളിൽ തയ്യാറാവുന്നുണ്ട്. അതൊരു വസ്തുതയാണ്. ഇപ്പോ ആ ഒരു മാറ്റം ഇപ്പൊ അവരെ സംബന്ധിച്ച് അവർക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ഈ പറഞ്ഞ വിപ്ലവഗാനം പാടാനോ അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിന്റെ ആശയം പ്രചരിപ്പിക്കാനോ കമ്മ്യൂണിസം പറയാനോ ഉള്ള സ്ഥലമായിട്ട് മാത്രം ചെല്ലുന്ന ഏത് പ്രദേശത്തെയും കണ്ടിരുന്ന അവര് ക്ഷേത്രങ്ങളെ ഇപ്പോ ആ നിലയിൽ ഉപയോഗിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. അത് അങ്ങനെയുള്ളവർ ആണ് ഭൂരിപക്ഷം. എന്നാൽ അതേസമയം തന്നെ നേരത്തെ ഇവിടെ ചോദിച്ച ആ പൊളിറ്റിക്സ്, ആ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് വളരെ ആസൂത്രിതമായി അവരിന്നിപ്പോ പലയിടത്ത് കടന്നു കയറും. ആ കടന്നു കയറൽ അവരുടെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മൾ പറയുമല്ലോ, ഈ പുള്ളിപ്പുലിയുടെ പുള്ളി പെയിന്റ് ഇത് അടിച്ചാൽ മായില്ല. അപ്പൊ അവരതിന് ഉള്ളിൽ വന്നു കഴിയുമ്പോഴും അവരുടെ പെരുമാറ്റം അല്ലെങ്കിൽ അവരുടെ നടപ്പാക്കൽ അതിലേക്ക് കടന്നു വരുമ്പോൾ ആത്യന്തികമായി യഥാർത്ഥ വിശ്വാസിക്ക് അവർ തിരിച്ചറിയാനും ആ വിശ്വാസിയുടെ താല്പര്യത്തിന് എതിരുമാണ് അവരുടെ സമീപനം. അത് അവർ ചെറുപ്പത്തിൽ മുതൽ പഠിച്ചു വെച്ച പാഠങ്ങളുടെയോ അല്ലെങ്കിൽ അവർ തുടരുന്ന സമീപനത്തിന്റെയോ ഭാഗമാണ്. അവരാ വിശ്വാസം നശിപ്പിക്കാൻ, നേരത്തെ പറഞ്ഞല്ലോ, ക്ഷേത്ര വിശ്വാസത്തെ പരിപോഷിപ്പിക്കാൻ വേണ്ടി ജീവനക്കാരെ നിയോഗിക്കുക അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാരോട് വിശ്വാസവുമായി ബന്ധപ്പെട്ട് സമർപ്പിതമായി പ്രവർത്തിക്കാൻ നിഷ്കർഷിക്കുക, അതല്ല ചെയ്യും. തൊഴിലാളികളുടെ അവകാശം പോലെ ഇവിടെ ക്ഷേത്രത്തിലെ ജീവനക്കാരൻ പെരുമാറുമ്പോൾ ക്ഷേത്ര വിശ്വാസികൾക്കുണ്ടാകുന്ന ഒരു മനോഭാവം എന്താണ്? അപ്പൊ ആ ഒരു മനോഭാവത്തിലേക്ക് ക്ഷേത്ര വിശ്വാസിയെ ആ വിശ്വാസിയുടെ മനോഭാവം മനസ്സിലാക്കാതെ ക്ഷേത്ര ജീവനക്കാരെ നയിക്കുന്ന ക്ഷേത്രത്തിലെ ജീവനക്കാര് തൊഴിലാളികളാണ്, ആ തൊഴിലാളികളുടെ അവകാശം എന്നുള്ള കാഴ്ചപ്പാട്. കാരണം ഒരു പൂജാരിയാണെങ്കിലും ഒരു ക്ഷേത്ര ജീവനക്കാരനാണെങ്കിലും വെളുപ്പിലെ 5 മണിക്ക് അല്ലെങ്കിൽ 4 മണിക്ക് ക്ഷേത്രത്തിന് നട തുറക്കും. 11 മണി വരെ ക്ഷേത്രത്തിലെ പൂജകളും കർമ്മങ്ങളും എല്ലാം കഴിഞ്ഞിട്ടാണ് അവർ പോകുന്നത്. വീണ്ടും വൈകുന്നേരം 5 മണിയാകുമ്പോൾ അവർ വന്ന് നട തുറക്കണം. രാത്രി 8 മണിക്കോ 8:30ക്കോ ഒക്കെയാണ് ചിലപ്പോൾ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ നിന്ന് അവർക്ക് പോകാൻ കഴിയുക. അതല്ലാത്ത ക്ഷേത്രങ്ങളിലാണെങ്കിൽ അതിന്റെ സമയം വ്യത്യസ്തമായി. അപ്പൊ ഈ ക്ഷേത്രങ്ങളിലെ വ്യത്യസ്തമായ സമയത്തെക്കുറിച്ചോ ക്ഷേത്രങ്ങളിലെ വ്യത്യസ്തമായ ആരാധനാ രീതിയെക്കുറിച്ചോ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെ പരിപൂർണമായി അജ്ഞരാണ്. അവർക്കത് കാരണം അതാണ് അവര് ഇപ്പൊ അടുത്ത കാലത്ത് ഷർട്ട് ഇട്ടോണ്ട് കയറണം, ഷർട്ട് ഇടാതെ കയറണം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല വിവാദങ്ങൾ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് സൃഷ്ടിക്കുന്നത്. ഇപ്പൊ ഷർട്ട് ഇട്ട് കയറാവുന്ന അമ്പലം ഉണ്ടാവും, ഷർട്ട് ഇടാതെ കയറാവുന്നതും ഉണ്ടാവും, സ്ത്രീകൾ കയറുന്നതും ഉണ്ടാവും, സ്ത്രീകൾ കയറാത്തതും ഉണ്ടാവും. ഇത് ഏതാണെന്ന് അതാത് സ്ഥലത്തെ ആ ക്ഷേത്രത്തിന്റെ ആചാര്യ സ്ഥാനത്ത് നിൽക്കുന്നവർ അവരെടുക്കുന്ന തീരുമാനത്തെ അംഗീകരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ. തീരുമാനങ്ങൾ എല്ലായിടത്തും എല്ലാ കാലത്തും തീരുമാനങ്ങൾ ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിരന്തരമായി മാറിയിട്ടുണ്ട്. ആ മാറ്റം വരേണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി ഓഫീസിൽ തീരുമാനിച്ചിട്ടല്ല. അത് ആ തീരുമാനമെടുക്കണമെങ്കിൽ ആ തീരുമാനമെടുക്കാൻ ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ച് ക്ഷേത്രത്തിൽ ആത്യന്തികമായി തീരുമാനമെടുക്കാനുള്ള അവകാശം ക്ഷേത്രത്തിന്റെ തന്ത്രിക്കാണ് എന്ന് പറയുമ്പോൾ ആ തന്ത്രിയുമായി ബന്ധപ്പെട്ട സംവിധാനത്തെ അതിനെ ചോദ്യം ചെയ്തേക്കാം എന്ന് ചിന്തിക്കുന്ന കമ്മ്യൂണിസം. അതാണ് വ്യത്യാസം. പക്ഷെ ആ തന്ത്രിയെ ഇപ്പൊ തന്ത്രി മോശക്കാരനായാൽ മോശക്കാരനാണെന്ന് പറയാൻ ഹിന്ദു ജനത മടിക്കില്ല, അത് വേറൊരു വശം, വ്യക്തിപരമാണ്. പക്ഷെ ആ തന്ത്രി എന്ന് പറയുന്ന സ്ഥാനത്തെ അംഗീകരിക്കാൻ, ക്ഷേത്രം എന്ന് പറയുന്ന സംവിധാനത്തെ അംഗീകരിക്കാൻ, ആരാധനാ രീതിയെ അംഗീകരിക്കാൻ അതിന് പാർട്ടിക്ക് കഴിയാത്ത ഒരു സാഹചര്യത്തിൽ പാർട്ടി സഖാക്കൾ വന്ന് ഇത് ഏറ്റെടുക്കുമ്പോൾ അവർക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഇന്നല്ലെങ്കിൽ നാളെ അവരിതെല്ലാം ഉൾക്കൊണ്ടേ പറ്റൂ. ഇന്നിപ്പോ അവര് ഇതിലേക്ക് കടന്നു വരുന്നു. നാളെ അവര് ഇപ്പോ ഈ പറഞ്ഞ പാട്ടിന്റെ പകരം ഭജന വെച്ചാൽ മതി എന്ന് അവർ അംഗീകരിക്കേണ്ടി വരും. അവരും ഭജന പാടും, അവരും നാമം ജപിക്കും. അതല്ലാതെ ഈ കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയം ലോകത്തിൽ എവിടെയും ഇല്ല. ഇപ്പൊ അവർ ആമാശയത്തിന് വേണ്ടിയാണ് ഈ പാർട്ടി കൊണ്ട് നടക്കുന്നത്. അപ്പൊ അവർക്ക് ഇനിയും മുന്നോട്ട് പോകണമെങ്കിൽ
അവരുടെ ജീവിതമാർഗം നിലനിൽക്കണമെങ്കിൽ ഈ നാട്ടിൽ ജനങ്ങൾക്കൊപ്പം നിൽക്കണം, ജനങ്ങൾ അവരുടെ ഒപ്പം നിൽക്കണം. ജനങ്ങൾ അവരുടെ ഒപ്പം നിൽക്കണമെങ്കിൽ അവർക്ക് മാറിയേ പറ്റൂ. ഇപ്പൊ തൽക്കാലം പാട്ട് പാടിയെങ്കിലും അതായത് കാൽച്ചോട്ടിലെ മണ്ണൊലിച്ചു പോയി കഴിഞ്ഞു എന്ന തിരിച്ചറിവാണ് വിശ്വാസത്തിനെ നിങ്ങൾ വിപ്ലവത്തിന് മേൽ പ്രതിഷ്ഠിക്കാൻ കാരണം എന്നാണ് രാഷ്ട്രീയ എതിരാളികൾ ആരോപിക്കുന്നത്. അതായത് വിശ്വാസത്തിന് മേൽ നിങ്ങൾക്ക് വിപ്ലവത്തിന് മേൽ വിശ്വാസത്തെ പ്രതിഷ്ഠിച്ചാലേ നിങ്ങളുടെ പ്രത്യയശാസ്ത്രം പരാജയപ്പെട്ടുവെന്ന ആരോപണം തുടരെ വന്നാലും അത് ചെയ്താലേ നിങ്ങൾക്കിനി നിലനിൽപ്പുള്ളൂ എന്ന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു. ആ ദുരവസ്ഥയിലാണ് CPM അടക്കമുള്ള ഇടതു പാർട്ടികൾ എന്ന ആരോപണത്തിന് മറുപടി. ശ്രീ രാധാകൃഷ്ണമേനോൻ BJPയുടെ നേതാവ് പറഞ്ഞു കമ്മ്യൂണിസം എവിടെയുണ്ടെന്ന്. തൊട്ടടുത്ത് ശ്രീലങ്കയിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അദ്ദേഹം കാണുന്നില്ല. ഉറുഗ്വേയിലും പരാഗ്വേയിലും ബ്രസീലിലും ലാവോസിലും കംബോഡിയയിലും ചൈനയിലും വിയറ്റ്നാമിലും ക്യൂബയിലും ഒന്നും നടക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. ശരി, നമുക്ക് അങ്ങനെ തന്നെ എടുക്കാം. അവിടെയൊന്നും കമ്മ്യൂണിസം അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും അല്ല. ഈ ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്നത് ഭാരതത്തിൽ മാത്രമുള്ള പ്രതിഭാസമാണല്ലോ. മുമ്പ് നേപ്പാൾ ഉണ്ടായിരുന്നു, ഒരു ഹിന്ദു രാജ്യമായിട്ട്. അവിടെ പ്രചണ്ഡയുടെ നേതൃത്വത്തിൽ മാറി മറിഞ്ഞു, അവിടെ കമ്മ്യൂണിസം വന്നു. അപ്പോൾ ഇതൊന്നും കാണാതെ ഒരു ബംഗാളും ഒരു ത്രിപുരയും കണ്ടുകൊണ്ടാണ് ഈ പറയുന്ന കമ്മ്യൂണിസം തകർന്നു, ഇന്ത്യയിൽ തകർന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാചാടോപം കുറേ നാളായിട്ട് ഉള്ളത്. അപ്പം ലെഫ്റ്റ് എന്തായാലും ഉണ്ടാവും. കാരണം കർഷക സമരം നടത്തിയത് ലെഫ്റ്റ് തന്നെയാണ്. ലെഫ്റ്റ് ഇല്ലാതെ ഒന്നുമില്ല. ഈ പറഞ്ഞതുപോലെ ഈ സാഹിത്യകാരന്മാരെടുത്താലും പാട്ടുകാരെടുത്താലും എല്ലാവരും പ്രോ ലെഫ്റ്റ് തന്നെയാണ്. ഒന്നോ രണ്ടോ സാഹിത്യകാരന്മാരെ എണ്ണിപ്പറക്കെടുക്കാം കേരളത്തിൽ നിന്ന് വലതുപക്ഷ സാഹിത്യകാരന്മാരായിട്ട് എടുത്തു പറയാനായിട്ട്. അല്ലാതെ ബാക്കി എല്ലാവരും ഇടതുപക്ഷത്ത് തന്നെയാണ്. ചിന്തിക്കുകയും വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നത് തന്നെയാണ്. അത് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. എന്താണ് ശരിയായ ഇടതുപക്ഷമാണെന്ന് പറഞ്ഞാൽ ഓക്കെ. കൃഷ്ണരാജ് ഇടതുപക്ഷം എന്ന് ആർക്കും പറയാം. ആശയപരമായി ഇടതുപക്ഷം തുറച്ചു നിന്നുകൊണ്ട് ഇന്റർഫിയർ ചെയ്യുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞപ്പോൾ 2 മിനിറ്റാണ് എനിക്ക് സംസാരിക്കാൻ കൃഷ്ണരാജ് തന്നത്. എന്നിട്ട് ഏതാണ്ട് 8 മിനിറ്റോളം ശശികല ടീച്ചറിന് മറുപടി പറയാനായിട്ട് അവസരം കൊടുത്തു. എന്നെ സംസാരിക്കാൻ താങ്കൾ അനുവദിക്കില്ലെങ്കിൽ താങ്കൾ എനിക്ക് സമയം തരികയാണെങ്കിൽ മാത്രമേ ഞാൻ സംസാരിക്കത്തുള്ളൂ. നമ്മളപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ഒരു വിഷയമായിട്ടുള്ള ബന്ധമാണ്. ഇപ്പൊ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി നടത്തിയത് അതിനകത്ത് ചെങ്കൊടി എടുക്കുന്നുണ്ടല്ലോ. ആർക്കും ഇവിടെ ഒരു അലോസരം ഉണ്ടായില്ലല്ലോ. പാട്ടവാക്യം നടത്തിയപ്പോഴും ഇവിടെ അത് ക്ഷേത്രാങ്കണത്തിൽ തന്നെയാണ് പുറത്ത്. ശരിയാണ്, ക്ഷേത്രങ്ങൾ സാംസ്കാരിക കേന്ദ്രങ്ങൾ. തീർച്ചയായിട്ടും ക്ഷേത്രങ്ങൾ സാംസ്കാരിക കേന്ദ്രങ്ങളാണ്, ആശയവിനിമയത്തിന്റെ കേന്ദ്രങ്ങളാണ്. വിശ്വാസികളും അവിശ്വാസികളും എല്ലാവരും ഒത്തുകൂടുന്ന സ്ഥലങ്ങളുമാണ്. അതിൽ വിശ്വാസികളുണ്ടാവും, അവിശ്വാസികളുണ്ടാവും, മതേതരരുണ്ടാവും. ശ്രീമാ സാർ പറഞ്ഞ പോലെ പലതരത്തിലുള്ള ആളുകൾ ഒരു കൂട്ടായ്മയാണ്, ഒരു ജനകീയ കൂട്ടായ്മയാണ്. ഒരു ഉത്സവം എന്നൊക്കെ പറയുമ്പം ഇറ്റ്സ് ടൈപ്പ് ഓഫ് എ കാർണിവൽ. അപ്പോൾ അവിടെ പല കച്ചവടക്കാരുണ്ടാവും, വഴിവാണിപ്പരക്കാരുണ്ടാവും, നാട്ടുകാരുണ്ടാവും, എല്ലാവരും ഉണ്ടാവും. ആനയെ കാണാൻ വരുന്നവരുണ്ടാവും, ബലൂൺ വാങ്ങിക്കാൻ വരുന്നവരുണ്ടാവും. ഇവരെല്ലാവരും വിശ്വാസത്തിലാണ് എന്നൊന്നും നമ്മൾ നിഷ്കർഷിക്കാൻ ഇപ്പൊ എല്ലാവർക്കും കേൾക്കാനുള്ളത് പാടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം. ഒരു കൊല്ലത്ത് ഒരു ക്ഷേത്രമുണ്ട്. അതായത് തിരുമുല്ലവാരത്ത് അടുത്ത് വിഷ്ണുത്താവ് എന്ന് പറഞ്ഞിട്ടൊരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ ഒരിക്കൽ MG ശ്രീകുമാർ വന്നു. അപ്പോൾ മതമൈത്രിയുടെ ഭാഗമായിട്ട് ആദ്യമേ ഒരു ഹൈന്ദവ ഭക്തി ഗാനം പാടി, അതിനുശേഷം ക്രിസ്തീയ ഭക്തി ഗാനം പാടി. അതിൽ ആർക്കും ഒരു പ്രശ്നമില്ലായിരുന്നു. അവസാനം ഇസ്ലാമായിട്ട് റിലേറ്റഡ് ചെയ്ത് ഏതാണ്ട് ഒരു പാട്ട് പാടാനായിട്ട് പോയപ്പോഴത്തേക്കും അവിടുത്തെ ഈ പറയുന്ന RSSകാർ കയറി ഇടപെട്ടിട്ട് അദ്ദേഹം അവിടുന്ന് കരഞ്ഞുകൊണ്ടാണ് ഇനി മേലിൽ ഞാൻ ഈ ക്ഷേത്രത്തിൽ പരിപാടി അവതരിപ്പിക്കാൻ വരില്ല. ഒരു 10-15 വർഷം മുമ്പാണ്. അങ്ങനെ അതുപോലെ ഇത്തരം സ്ഥലങ്ങളെല്ലാം ആയുധ പരിശീലനങ്ങൾ നടത്തുകയും ഇത്തരം സ്ഥലങ്ങളിലെല്ലാം ഗണഗീതം പാടുകയും ഇത്തരം സ്ഥലങ്ങളിലെല്ലാം ബാൻഡ് അടിച്ചുകൊണ്ട് നടക്കുകയും അവിടെ എല്ലാം ഇതിൻ്റെ എല്ലാം ചാമ്പ്യന്മാരായിട്ട് നടക്കുകയും ചെയ്തുകൊണ്ട് ഒരുവിധപ്പെട്ട വിശ്വാസികളൊക്കെ അകറ്റി ചെയ്തിരുന്ന ഒരു പ്രവർത്തനം RSSന്റെ ഭാഗത്തുനിന്ന് ആസൂത്രിതമായിട്ടുണ്ടായിരുന്നു. ഇപ്പം ക്ഷേത്ര പരിസരത്തും ക്ഷേത്ര കോമ്പൗണ്ടുകളിലും ഇത്തരം കായികാഭ്യാസവും ആയുധ പരിശീലനവും നടത്താൻ പറ്റത്തില്ലെന്നുള്ള വിധി കൊണ്ടാണ് നടപ്പിലാക്കാത്തത്. അതുകൊണ്ടാണ് സാധാരണക്കാരായ ജനങ്ങൾ ക്ഷേത്രങ്ങളുമായിട്ട് കൂടുതൽ എടുക്കാൻ കാരണം. ഞങ്ങളൊക്കെ കളിക്കാൻ പോകുന്ന സമയത്ത് തന്നെ അന്നും ഇതേ കണക്കുള്ള കബഡി കളിക്കാം, അത് കളിക്കാം, ഇത് കളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ വന്ന് വിളിക്കുമായിരുന്നു. അതായത് ഈ ഹൈക്കോടതിയുടെ വിധി വന്നതിന് ശേഷമാണ് വിശ്വാസികളായ CPMമാർക്ക് ഒന്ന് ക്ഷേത്രങ്ങളിലൊക്കെ പോകാൻ തോന്നി തുടങ്ങിയത്, അവിടെ പുഷ്പനെ അറിയാമോ എന്ന് പാടി തുടങ്ങിയത് എന്ന് തോന്നും അങ്ങ് പറഞ്ഞു വരുന്നത് കേട്ടാൽ. എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു ആക്രമണാത്മകമായൊരു സമീപനത്തിൽ നിന്ന് കുറച്ചുകൂടെ ശാന്തവും സമാധാനമായിട്ടുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കും വിശ്വാസികളൊക്കെ പോകാൻ തുടങ്ങി.
വിശ്വാസം ഉള്ളവർ പോകാൻ തുടങ്ങി, വിശ്വാസം ആരംഭിച്ചവർ പോകാൻ തുടങ്ങി, പലതരത്തിലുള്ള ആളുകൾ അവിടെ വരാൻ തുടങ്ങി. അതിൻ്റെ പ്രധാനമായിട്ടൊരു പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത് അവിടെ അക്രമ രാഷ്ട്രീയമായിരുന്നു. ഈ സായുധ പരിശീലനം നടക്കുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ടുപുറകിലാണ്. എത്ര പ്രാവശ്യം ആവശ്യപ്പെട്ടാലും ആരെല്ലാം ആവശ്യപ്പെട്ടാലും ഇത് ഞങ്ങളുടെ അവകാശമാണെന്നുള്ള രീതിയിൽ സായുധ പരിശീലനം നടത്തിക്കൊണ്ടിരുന്നതായിരുന്നു. ദണ്ഡ കൊണ്ടും വാളുകൊണ്ടും മറ്റു പല ആയുധ സാമഗ്രികളും കൊണ്ട് നടത്തിക്കൊണ്ടിരുന്നതല്ലേ കേരളത്തിലെ ക്ഷേത്രങ്ങൾ. ഇപ്പോൾ അങ്ങനെ എവിടെയെങ്കിലും കാണാനുണ്ടോ? അത്തരത്തിലുള്ള വർഗീയ കലാപങ്ങൾ കണ്ടിട്ട് എത്ര നാളായി കേരളത്തിൽ? കണ്ണൂർ ജില്ലയിൽ പോലും ഒരു രാഷ്ട്രീയമില്ലാതെ നടക്കാറുണ്ടോ? ഇല്ലല്ലോ. അത് എന്തുകൊണ്ടാണ്? മനുഷ്യൻ കുറച്ചുകൂടെയൊക്കെ പരിഷ്കരിച്ചു വന്നു, മനുഷ്യൻ കുറച്ചുകൂടെയൊക്കെ സംസ്കൃത ചിത്തരായി. ഈ നേരത്തെ ഒരു കാവിൽ, കണ്ണൂരിലെ ഒരു കാവിൽ കലശം വരവ് നടക്കുമ്പോൾ ഇൻകുലാബ് സിന്ദാബാദ് എന്ന് വിളിച്ചത് ആരാണ്? അവിടെ ചെഗുവേരയുടെ കൊടിയേന്തി DJ പാട്ടിനൊപ്പം തുള്ളിക്കളിച്ചത് ആരാണ്? വിശ്വാസികളാണോ? അതോ വിശ്വാസത്തെ വിപ്ലവത്തോട് ചേർത്ത് കെട്ടാൻ ശ്രമിക്കുന്നവരാണോ? ഇതൊരു പ്രത്യയശാസ്ത്രത്തിന്റെ പരാജയം സമ്മതിക്കലല്ലേ? അതറിഞ്ഞാൽ മതി. ഞങ്ങൾക്ക് ഇനി ക്ഷേത്രങ്ങളിൽ കയറണം, അവിടെ ഇത്തരം പരിപാടികളൊക്കെ അവതരിപ്പിക്കണം, വിശ്വാസിയായി കടന്നു നിൽക്കണം, എന്നാലേ രക്ഷയുള്ളൂ എന്ന തിരിച്ചറിവ്. ഇത് രക്ഷയുടെയും ശിക്ഷയുടെയും ഒന്നും വിഷയമല്ല കൃഷ്ണരാജ്. അങ്ങനെയല്ല ഇതിനെ കാണേണ്ടുന്നത്. ഇതിനെ കാണേണ്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞുതരാം ഞാൻ. ഇതിനൊരു സാംസ്കാരിക പരിസരമുണ്ട്. നമ്മളെല്ലാവരും ജീവിക്കുന്നത് ഈ നാട്ടിൽ തന്നെയാണ്. ഈ നാട്ടിനൊരു സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തിനെ തള്ളി പറഞ്ഞുകൊണ്ട് ആർക്കും മുന്നോട്ടൊന്നും പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആ സംസ്കാരത്തിന്റെ എല്ലാ നല്ല അംശങ്ങളും അന്ധവിശ്വാസങ്ങൾക്ക് അനാചാരങ്ങൾക്കെതിരെ പോരാടുകയും അതുപോലുള്ള വിശ്വാസികളുടെ വഴിക്ക് വിട്ടേക്കുക. അവർ വിശ്വസിക്കട്ടെ, അവരെ അന്ധവിശ്വാസം അടിച്ചേൽപ്പിക്കാൻ പോകാതിരിക്കുക. ചില ആളുകളെയൊക്കെ നമ്മൾ തമാശയ്ക്ക് പറയാറുണ്ട്, പാതിരാത്രി 12 മണിക്ക് ഉറങ്ങിക്കിടക്കുന്നതിനും വിളിച്ച് തട്ടി ഉണർത്തി കഴിഞ്ഞാൽ ചാടി എണീറ്റ് ഇൻകുലാബ് സിന്ദാബാദ് വിളിക്കുമെന്ന് എന്ന് പറഞ്ഞ കണക്കിൽ ചിലപ്പോൾ ആവേശമുള്ള ഒരാൾ അങ്ങനെ വിളിച്ചിട്ടുണ്ടാവാം. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ ഒരാളൊരു കൊടി വീശിയിട്ടുണ്ടാവും. അതിനേക്കാളുമൊക്കെ എത്രയോ അട്രോസിറ്റീസ് ആണ് നടന്നിരിക്കുന്നത് ഈ വിശ്വാസത്തിന്റെ പേരിൽ. എത്രയോ പേരെ ആക്രമിച്ചിട്ടുണ്ട്, എത്രയോ പേരെ അടിച്ചിട്ടുണ്ട്. ഈ അഞ്ചൽ തന്നെ, കടയ്ക്കൽ തൊട്ടടുത്താണല്ലോ അഞ്ചൽ. അവിടെ ഒരു ഒറ്റക്കൽ ഗുഹാക്ഷേത്രം ഉണ്ടല്ലോ, അവിടെ ഒരു കവിയരങ്ങ് സംഘടിപ്പിച്ചപ്പോൾ അവിടെ കയറി ഈ ഹൂളിഗൻസ് പ്രശ്നം ഉണ്ടാക്കിയില്ലേ, ഈ സാമൂഹ്യവിരുദ്ധ പ്രശ്നം ഉണ്ടാക്കിയില്ലേ, കവികളെല്ലാം നിരത്തി പിടിച്ച് അടിച്ചില്ലേ? അതൊരു സാംസ്കാരിക പരിപാടി അവിടെ നടത്തുന്നതിന് ഒരു കവിതയെല്ലാം സമ്മതിക്കാതെ ശ്രീ കുരീപ്പുഴ ശ്രീമാനെ അടക്കം അവിടെ നിന്ന് ഇറക്കിയിട്ടില്ലേ? അങ്ങനെ എത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ കുട്ടിക്കാലത്ത് ഞങ്ങളൊരു നാടകം കളിക്കാനായിട്ട് ചെന്നപ്പോൾ അവിടെ ഭരിക്കുന്ന, ആ ക്ഷേത്രം ഭരിക്കുന്ന RSSന്റെ തിട്ടൂരമില്ലാതെ എനിക്ക് അവിടെ നാടകം നടത്താൻ അനുമതി തന്നില്ല. അതൊരു മതമൈത്രിയുടെ നാടകമായിരുന്നു. അവർ പറഞ്ഞു ഇതിവിടെ നടത്താൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഒരു നാടകം, ഞങ്ങൾ സ്റ്റേറ്റ് യുവജനോത്സവത്തിൽ ഫസ്റ്റ് വന്നൊരു നാടകമാണ്. ആ നാടകം കളിക്കാൻ അനുവദിച്ചില്ല. ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഇൻ്റർഫിയർ ചെയ്തുകൊണ്ടിരുന്നിടത്തുനിന്ന് കുറേയൊക്കെ വ്യത്യാസം ഉണ്ടായില്ലേ? നമ്മളൊരു ജനാധിപത്യ വ്യവസ്ഥയിലാണ് ജീവിക്കുന്നത്. ആ ജനാധിപത്യത്തിന് ചില മൂല്യങ്ങളുണ്ട്. അല്ലാതെ ആരും ഒന്നും കുത്തകയായിട്ട് കൊടുത്തിട്ടുള്ള സ്ഥലങ്ങളൊന്നുമല്ല ക്ഷേത്രങ്ങളെന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ഈ സംസ്കാരത്തിൽ ജീവിക്കുന്ന തന്നെ എല്ലാ മലയാളികൾക്കും ഒരുപോലെ അവകാശമുള്ളതാണ്. പ്രത്യേകിച്ച് ഹൈന്ദവരാണെങ്കിൽ ക്ഷേത്രങ്ങൾ അവകാശപ്പെട്ടവരാണ്, ക്രൈസ്തവരാണെങ്കിൽ അത് അവകാശപ്പെട്ടവരാണ്, ഇനി പള്ളികളാണെങ്കിൽ അവർക്ക് അവകാശപ്പെട്ടതാണ്. പിന്നെ മതേതര മൂല്യമുള്ള സങ്കല്പിക്കുന്ന ആളുകൾ എല്ലാ സ്ഥലത്തും പോകും. ഈ പറയുന്ന ഹിന്ദുക്കൾ അവിടെ മാത്രമേ പോകത്തുള്ളതാണോ? പള്ളികളിൽ പോകുന്ന ആളുകളില്ലേ? ക്രിസ്ത്യാനികൾ അവിടെ മാത്രമേ പോകത്തുള്ള ആളോ? അമ്പലങ്ങളിൽ വരുന്നവരില്ലേ? ഇസ്ലാം മതസ്ഥർ എത്രയോ പേര് ഞാൻ ഗണപതി അമ്പലത്തിന് മുമ്പിൽ നിൽക്കുന്നുണ്ട്, ഒരു തേങ്ങ അടിച്ചു തരാമോ എന്ന് പറഞ്ഞ് എത്രയോ ഉമ്മമാർ എന്നെ കൊണ്ട് തേങ്ങ അടിപ്പിച്ചിട്ടുണ്ട്. അവിടെ ഇതൊന്ന് അടിച്ചു തരാമോ എന്ന് ചോദിച്ചിട്ട് ഞാൻ കച്ചേരിക്കുളം ഗണപതി അമ്പലത്തിൽ ക്ഷേത്രം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ നമ്മൾ എല്ലാവരുമായിട്ട് ഇടകലർന്ന് ജീവിക്കുന്ന എന്തിനാണ് ഈ സ്പർദ്ധയൊക്കെ? എന്തുകൊണ്ട് ഇത് ഇവിടുത്തെ അമ്പലത്തിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടൊരു നാഷണൽ ഡിബേറ്റിൽ എനിക്ക് തോന്നുന്നു NDTV ആണെന്ന് തോന്നുന്നു. അതിനകത്ത് ഞാൻ സംസാരിച്ച ഒരാൾ പറയാം, പള്ളിയിൽ ചെന്ന് കാവിക്കൊടി കെട്ടാൻ സമ്മതിക്കുമെന്ന്. അതൊരു സെമിറ്റിക് റിലീജിയനാണ്, നമ്മുടെ ഒരു പേഗൻ റിലീജിയനാണ്, നമ്മളെല്ലാം അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു റിലീജിയനാണ്, ബഹുദൈവ വിശ്വാസമാണ്. നമുക്ക് ഇഷ്ടമുള്ളതിനെ ആരാധിക്കാനുള്ള ആരാധന ക്രമമുണ്ട്. അത്രയും വലിയൊരു സ്വാതന്ത്ര്യമുള്ള ഒരു വേ ഓഫ് ലൈഫാണ് ഹിന്ദുയിസം എന്ന് പറയുന്നത്. അതിന് സങ്കുചിതമായി ഈ സെമിറ്റിക് റിലീജിയനുമായിട്ട് കൂട്ടിക്കെട്ടുന്നിടത്താണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അവർ ഏകദൈവ വിശ്വാസികളാണ്, അവരുടെ ദൈവം മാത്രമാണ് ഏറ്റവും വലുത്, ബാക്കിയൊന്നും ദൈവമല്ല എന്ന് പറയുന്നവരാണ്. അവരെ ഹിന്ദു മതത്തിലുള്ള ആളുകളെ എങ്ങനെ ഇക്വേറ്റ് ചെയ്യാൻ പറ്റും? ഹിന്ദു മതം എന്ന് പറയുന്ന ഒരു വേ ഓഫ് റിലീജിയൻ, വേ ഓഫ് ലൈഫാണ്. അത് ഇവിടുത്തെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. അതൊരു മതമല്ല. ഒന്നാമത് അങ്ങനെ ആരെങ്കിലും കാര്യങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും പാഠശാലകളിൽ പഠിപ്പിക്കുന്നുണ്ടോ? മറുപടി ഇവിടെ ഞാൻ എനിക്ക് പറഞ്ഞാൽ പഠിക്കുകയായിരുന്നു. സാർ പറഞ്ഞതിനെ പറ്റി വളരെ കൃത്യമായി പഠിക്കുകയായിരുന്നു. എന്താണ് ക്ഷേത്രം എന്നൊക്കെ ഒരു ഏകദേശ ധാരണയ്ക്ക് കിട്ടും. എന്താണ് ക്ഷേത്രം എന്നതാണ്. നേരത്തെ അദ്ദേഹത്തിന് മുമ്പത്തെ ഒരു ടൈം സ്ലോട്ടിൽ അദ്ദേഹം പറയണ്ടായി മറ്റേ സാംബശിവന്റെ ഇതിലുള്ള അദ്ദേഹത്തിന് ഒരുപാട് ക്ലാസിക്കുകളിലേക്കുള്ള വാതായനങ്ങൾ തുറന്നു.
അതേപോലെ ജനാധിപത്യം, മതേതരത്വം. ഒരൊറ്റ ചോദ്യമുള്ളൂ. നേരത്തെ പറഞ്ഞ ഇതൊക്കെ ഹിന്ദു യുവാക്കൾക്ക് മാത്രം മതി ഈ ഭാഗ്യം. ഇത് ഈ നാടിന്റെ മക്കൾ തന്നെയല്ലേ, ഇവിടുത്തെ പൗരന്മാർ തന്നെയല്ലേ, ഇവിടുത്തെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ. അതുകൊണ്ട് എന്തുകൊണ്ട് പള്ളിയിലൊക്കെ ഇതൊക്കെ വേണ്ട? അദ്ദേഹം പറഞ്ഞ വളരെ വിശാല വീക്ഷണമുള്ളവരാണ് ഹൈന്ദവസം. അതുകൊണ്ട് എന്തും കാണിക്കാന്നല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിൽ ഫസ്റ്റ് കിട്ടിയ നാടകം അവതരിപ്പിക്കാൻ സമ്മതിച്ചില്ല. ആ നാടകം അപ്പം ആശൂർ കൂടി തൊട്ടടുത്ത മറ്റൊരു ആരാധനാലയത്തിൽ കൊണ്ടുപോയി അവതരിപ്പിക്കല്ലേ വേണ്ടിയിരുന്നു. അങ്ങനെയല്ലേ അവിടുത്തെ RSSകാർക്ക് മറുപടി കൊടുക്കേണ്ടി സാധിച്ചു. അദ്ദേഹം RSSന്റെ ശാഖകൾ കൊണ്ട് അമ്പലത്തിൽ നിന്ന് ആളുകൾ അകന്നു നിന്നിരുന്നു എന്ന് പറഞ്ഞാല്. തളർന്നും തകർന്നും തകർക്കപ്പെട്ടും കിടന്നിരുന്ന ക്ഷേത്രങ്ങളില് അവിടെയുള്ള കാട് വെട്ടിത്തെളിച്ച് ഒരു മൺചരാതെങ്കിലും കത്തിച്ചു വെച്ച് അവിടെ നിന്ന് ഓംകാളി ജയ്കാളി വിളിച്ച് ഉയരാത്ത ഏത് അമ്പലമുണ്ട് ഇവിടെ? തളർന്നും തകർന്നും കിടക്കുകയായിരുന്നു. കൂടുതൽ തകർക്കാനല്ലേ ആവശ്യപ്പെട്ടിരുന്നു. ഒരമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിച്ചു എന്നുള്ള പ്രചരണമല്ലേ നടന്നിരുന്നു. ഭഗവാൻ എന്തിനാ പാറാവ് എന്നുള്ള ചോദ്യമല്ലേ നടന്നിരുന്നു. അമ്പലത്തിൽ കത്തിക്കണ എണ്ണയുണ്ടെങ്കിൽ അത് വീട്ടിൽ കൊണ്ടുപോയി പപ്പടം കാച്ചിക്കൂടെ എന്ന് ചോദിച്ചവരല്ല ഇവിടുത്തെ അമ്പലം വളർത്തിയത്. ക്ഷേത്രത്തിലേക്ക് വിശ്വാസികൾ വന്നത് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പ്രവർത്തനം ശക്തമായത് മുതൽ തന്നെയാണ്. ശാഖകൾ ക്ഷേത്രങ്ങളിൽ ആരംഭിച്ചത് മുതൽ തന്നെയാണ്. ക്ഷേത്ര സംരക്ഷണ സമിതി എന്ന രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെ മാതൃസംഘടനയായി കാണുന്ന സംഘടനയുടെ പ്രവർത്തനത്തിൽ തന്നെയാണ് ഇന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് ഇവിടെ നൂറുകണക്കിന് ക്ഷേത്രങ്ങൾ നടത്തുന്നുണ്ട്. ക്ഷേത്ര സംരക്ഷണ സമിതിക്ക് ക്ഷേത്രങ്ങളുണ്ട്. വിശ്വാസത്തിലേക്ക് ഇവിടുത്തെ സമൂഹത്തെ വിശ്വാസത്തിൽ നിന്ന് അകറ്റി കൊണ്ടുപോയിട്ട് വിശ്വാസം വേണ്ട എന്ന് പറഞ്ഞവരെ പുറത്തേക്ക് അടിച്ചോടിച്ചവരെ തിരിച്ചു കൊണ്ടുവന്ന് വിശ്വ ക്ലാസിക്കിലേക്കൊക്കെ പോയി എന്ന് വിചാരിച്ചിരുന്നവര് രാമായണവും മഹാഭാരതവും ഒക്കെ പരിചയപ്പെടുത്തി കൊടുത്തത്, സപ്താഹവും നവാഹവും ഒക്കെ തുടങ്ങിയത് ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ടവർ തന്നെയാണ്. അദ്ദേഹം പറയണു അവിടെ ആയുധ പരിശീലനമാണ് നടന്നിരുന്നത്, അവിടെ സംഘടനമാണ്. ഏത് ക്ഷേത്രങ്ങളിലാണ് സംഘടന നടന്നിരിക്കുന്നത്? എവിടെയാണ് ഇത്തരത്തിലുള്ള വിഷയം? അപ്പോൾ CPM-കാർക്കും ആയുധ പരിശീലനം നടത്തി കൊടുത്തത് RSSകാരുടെ ശാഖയിൽ നിന്നായി. കണ്ണൂരടക്കം ഇനി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി CPM-ന്റെ കത്തിക്കരയാകാത്തതുണ്ടോ എന്ന് എനിക്കറിയില്ല. അവർ ആയുധം പഠിച്ചത് RSSന്റെ ശാഖയിൽ വന്നിട്ടാണ്. ഞാൻ ഒറ്റ ചോദ്യം, RSS പരസ്യമായി നടക്കുന്ന ശാഖ അങ്ങ് കണ്ടു. അവിടെയുള്ള നിങ്ങൾ അവിടെ കൊണ്ടുവരുന്ന ദണ്ഡയെ പറ്റി നിങ്ങൾക്ക് അറിയാം. ദണ്ഡയ്ക്കപ്പുറം മറ്റൊന്നും അവിടെ കൊണ്ടുവരുന്നില്ല എന്നതും ഒരു വാസ്തവം. ദണ്ഡ നിങ്ങൾ കണ്ടു. മാറാട് പള്ളിക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ആയുധങ്ങൾ, അവരവിടെ പഠിച്ചിരുന്ന ആയുധങ്ങൾ വെച്ച് കണ്ടുപിടിക്കാൻ CPM-ന് സാധിച്ചു. CPM-ന്റെ അടക്കം അണികൾ അതിനകത്തുണ്ടായിരുന്നു. അങ്ങനെ എത്ര സ്ഥലങ്ങളിൽ ഉണ്ടെന്ന്, എത്ര സ്ഥലത്ത് ഭീകരവാദികൾ ഒളിച്ചു താമസിക്കുന്നുണ്ടെന്ന്, എന്തൊക്കെ പഠിപ്പിക്കുന്നുണ്ട് എന്നവിടെ. ഇവിടുത്തെ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും മതസൗഹാർദ്ദത്തിനും ഭീഷണിയാകത്തക്ക വിധത്തില്, ഈ നാടിന്റെ തന്നെ സ്വസ്ഥതയ്ക്ക് ഭീഷണിയാകത്തക്ക വിധത്തില് എന്തൊക്കെ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് ഇവരെ ആരെങ്കിലും അന്വേഷിക്കാൻ പോകുന്നുണ്ട്? പരസ്യമായി ആർക്കും വന്ന് നോക്കാവുന്ന വിധത്തിൽ നടക്കുന്ന ശാഖകളെ ഇത്രയും വലിയ വിഷയത്തിൽ പറയില്ല. ഒരു ക്ഷേത്രം പറഞ്ഞാൽ ക്ഷേത്രത്തെ ക്ഷേത്രമാക്കിയവരാണ് അവര്. അവരെ അവിടെ നിന്ന് ഒഴിച്ചു പോകണം, അല്ലെങ്കിൽ അവരാണ് ഇവിടുത്തെ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ പള്ളികളിൽ എന്താണ് നടക്കുന്നത്? ഇവിടുത്തെ മതവിദ്യാഭ്യാസത്തിൽ എന്താണ്? ബാലഗോകുലത്തെ പറ്റി ഒരുപാട് ദേവലാതി കൊള്ളാറുണ്ട്. പക്ഷെ ഇവിടുത്തെ മദർസകളിൽ എന്താണ് പഠിപ്പിക്കുന്നത്? എന്റെ CPM അത് നോക്കാത്തവർ? അവർ ഈ നാടിന്റെ മക്കളല്ല എന്നാണ്. അവര് വിദേശ പൗരന്മാരാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അവർ ഈ നാടിന്റെ ഭാഗമല്ല. എന്നെ സംബന്ധിച്ച് അവർ ഈ നാട്ടിന്റെ പൗരന്മാരാണ്, ഞങ്ങളുടെ സഹോദരന്മാരാണ്. ഞങ്ങളെ നന്നാക്കാൻ, ഇവിടുത്തെ ഹിന്ദു വിശ്വാസികളെ ക്ഷേത്രത്തിലേക്ക് അടുപ്പിക്കാൻ CPM ഇത്രയും സാഹസം ചെയ്യുന്നവർ. RSSനെ ഞങ്ങൾ നാഗശികാന്ത് എതിർത്തുകൊണ്ട് ഞങ്ങൾ കാരണമാണ് വിശ്വാസികളെയൊക്കെ കൊണ്ട്. അപ്പൊ പള്ളിയിലേക്ക് വിശ്വാസി എത്തിക്കണ്ടേ? അവിടെ നിന്ന് ആയുധങ്ങൾ ഉണ്ടെങ്കിൽ മാറ്റണ്ടേ? അവിടെ തീവ്രവാദ ആശയങ്ങൾ ഉണ്ടെങ്കിൽ മാറ്റണ്ടേ? അവരെ പള്ളികളിലേക്ക് അടുപ്പിക്കാനുള്ള ഉത്തരവാദിത്വം CPM-ന്റെ? അതോ CPM ഞങ്ങളെപ്പോൾ ഒരു ഹിന്ദു സംഘടനയാണ്? ഹിന്ദുവയ്ക്ക് ഒരു ഹിന്ദു സംഘടന, CPM ഒരു ഹിന്ദു സംഘടനയാണ്. ഹിന്ദുക്കളെ മാത്രം ക്ഷേത്രത്തിലേക്ക് എത്തിക്കാനും, ഹിന്ദുക്കളെ മാത്രം ലോക ക്ലാസിക്കുകളുമായി പരിചയപ്പെടുത്താനും, ഹിന്ദുക്കളെ മാത്രം മതേതര വീക്ഷണത്തിലേക്ക് കൊണ്ടുവരാനും, വിശ്വപൗരന്മാരാക്കി വളർത്താനും ഒക്കെ അത്യധ്വാനം ചെയ്യുന്ന CPM-ന് എന്നീ മുസ്ലിങ്ങൾ 2ാം തമ്മേ ജനിച്ച മക്കളാ? ക്രിസ്ത്യാനികൾ 3ാം ഘട്ടിലെ മക്കളാ? അല്ലല്ലോ. അവരൊക്കെ നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്നവരിൽ എന്ത് മഹാബാബ അവര് ചെയ്യുന്നത്? അപ്പൊ ഞങ്ങളെ നന്നാക്കിയ പോലെ അവരെ കൂടെ നന്നാക്കാനുള്ള ഉത്തരവാദിത്വം ഇല്ലേ? ശ്രീകുമാർ, അതായത് കടയ്ക്കലിലെ വിപ്ലവഗാനമേള വിവാദമായതിന് തൊട്ടു പിന്നാലെ ശബരിമലയിൽ ഞങ്ങളുടെ പ്രതിനിധി മനോജ് ദേവസ്വം പ്രസിഡന്റിനെ കാണുന്നു. ഇത് ശരിയോ എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം പെട്ടെന്ന് വരുന്നു. ദേവസ്വം വിജിലൻസ് അന്വേഷിക്കും, പാർട്ടി പതാകയും പാർട്ടിയുടെ കൊടിയും പാട്ടുമൊന്നും പാടിയത് ശരിയായില്ല, ആരായാലും അന്വേഷിച്ച് തെറ്റെങ്കിൽ നടപടിയെടുക്കും എന്ന് പറഞ്ഞു. ഈ ഉപദേശക സമിതി ഉണ്ടല്ലോ, ക്ഷേത്ര ഉപദേശക സമിതി, കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് അത് തെറ്റാണ്, ഞങ്ങൾക്കറിയാത്ത കാര്യമാണ് എന്നാണ്. ഇവർക്കൊക്കെയും മനസ്സിലായി, എന്നിട്ടും എന്താണ് ഈ പാർട്ടിക്ക് ഇനിയും ഇതൊന്നും മനസ്സിലാകാത്തത്?
അല്ല, പാർട്ടിക്ക് മനസ്സിലാകാത്തത് അത് പാർട്ടി അറിഞ്ഞുകൊണ്ടായിരിക്കുമല്ലോ. അല്ലെങ്കിൽ അതിലേ പറഞ്ഞത്, സാങ്കേതിക സംവിധാനം മെച്ചപ്പെട്ട ഒരു സംസ്ഥാനത്ത് ഇങ്ങനെയൊക്കെ കാണിക്കണമെങ്കിൽ അതിനുള്ള മുൻകൂട്ടി അതിന് കൂപ്പ് കൂട്ടണമല്ലോ. അല്ലാതെ പെട്ടെന്നൊന്നും എടുത്ത് കാണിക്കാൻ പറ്റില്ല, കൊടിയും അതുപോലെ മറ്റു ചിഹ്നങ്ങളൊക്കെ. ഞാൻ പറയുന്നത് കൃഷ്ണരാജെ, ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ജനാധിപത്യ രാജ്യത്തെ അധികാരവും അതുപോലെ വോട്ടും വളരെ പ്രധാനമാണ്. പക്ഷേ അത് ആ വോട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ നയവും പ്രത്യയശാസ്ത്രമൊക്കെ മാറ്റുകയും മറക്കുകയും ചെയ്യുമ്പോൾ അത് വേണ്ട രീതിയിൽ അണികളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതിൽ പരാജയപ്പെട്ടെന്നാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചത്. ഇവിടെ ശ്രീമതി ശശികല ടീച്ചർ പറഞ്ഞൊരു കാര്യം, ഒരു പ്രസ്ഥാനം, അത് അവരുദ്ദേശിച്ചൊരു പ്രസ്ഥാനം തൻ്റെ ഒരു മികവ് കൊണ്ട് ഒരുപാട് വിശ്വാസികൾ ക്ഷേത്രത്തിലേക്ക് വന്നു എന്നാണ്. വിശ്വാസികൾ അങ്ങനെ ആരും ബ്രാൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. വിശ്വാസികൾ ക്ഷേത്രത്തിൽ പോകണം തോന്നിയാൽ അവർ ക്ഷേത്രത്തിൽ പോകും. ഇപ്പോൾ വിശ്വാസികളുള്ള രാജ്യത്ത് തന്നെയാണല്ലോ ഇപ്പോൾ കേരളത്തിലെ എന്തുകൊണ്ടാണ് BJP ഇപ്പോഴും ഒന്നാം ശക്തിയായിട്ട് വളരാത്തത്? അങ്ങനെയാണെങ്കിൽ വിശ്വാസികൾ ഉള്ള ഒരു സംസ്ഥാനമാണല്ലോ കേരളം. അപ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ പ്രത്യേക രാഷ്ട്രീയമൊക്കെ അവർക്കുണ്ട്. പക്ഷേ ആ ക്ഷേത്രത്തിൽ വരുമ്പോൾ അവരതൊക്കെ മറന്നിട്ടാണ് വരിക. ഇവിടെ വേറൊരു രാഷ്ട്രീയം കൃഷ്ണരാജയെ ഞാനിതിൽ കാണുന്നുണ്ട്. കാരണം ഇവിടെ നമ്മുടെ നാട്ടിലിപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ 2 മുന്നണികളാണ് മുഖ്യമായിട്ടുള്ളത്, LDFും UDFും. അവർ മാറി മാറി ഭരിക്കുകയാണ്. ഇപ്പോൾ ശ്രീ പിണറായി വിജയൻ പറയുന്നത് ഇനിയും അവർ അധികാരത്തിൽ വരുമെന്നാണ്. അപ്പോൾ ഇനി അവർക്ക് അധികാരത്തിൽ വരണമെങ്കിൽ അവർക്ക് വോട്ടുകളുടെ ശേഖരം വേറെ പല കോണുകളിൽ നിന്നും വരേണ്ടി വരും. ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്താണെന്ന് വെച്ചാൽ CPMനും BJPക്കും കേരളത്തിലെ മുഖ്യ ശത്രു കോൺഗ്രസ്സാണ്. അപ്പോൾ പിന്നെ കോൺഗ്രസിനെയും അടുത്ത തവണ UDF അധികാരത്തിൽ എത്താതിരിക്കണമെങ്കിൽ ഈ BJPയും CPMനും തമ്മിലൊരു സഹകരണം വേണം. അപ്പോൾ CPM കാണിച്ചു കൊടുക്കുകയാണ്, അല്ലെങ്കിൽ പ്രകടമാക്കുകയാണ്, ഞങ്ങളും വിശ്വാസികളാണ്, ഞങ്ങളുടെ നേതാക്കളും വിശ്വാസികളാണ്, ഞങ്ങളുടെ MLAമാരാകാൻ മത്സരിക്കുന്നവരും വിശ്വാസികളാണ്. അതുകൊണ്ട് BJPക്കാർക്ക് ആർക്കെങ്കിലും കോൺഗ്രസ് വിരോധമുണ്ടെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യുന്നതിൽ മടി കാണിക്കേണ്ടതില്ല എന്നൊരു സന്ദേശം CPM കൊടുത്തിരിക്കുകയാണ്. ആ സന്ദേശം കൊടുക്കുമ്പോൾ അത് നമ്മളെന്താണ് മനസ്സിലാക്കേണ്ടത്? അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഈ എടുത്തിയാട്ടം വരുമ്പോഴാണ് ഈ ഔചിത്യം ഇല്ലാതെ പോകുന്നത്. അങ്ങനെയാണ് ഈ കടക്കൽ സംഭവിച്ചത്. ഇപ്പം നിങ്ങൾ നോക്കൂ, ഈ രാഷ്ട്രീയം, ഈ BJP CPM ആ ഒരു കോൺഗ്രസ് വിരോധ രാഷ്ട്രീയം നിൽക്കുമ്പോൾ തന്നെ CPMന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ നമ്മുടെ ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ ഇപ്പോഴത്തെ ഒരു ജാതി വിവേചനം ഉണ്ടല്ലോ, അവിടെ കഴകക്കാരനായിട്ട് ഗവൺമെൻറ് സംവിധാനത്തിലൂടെ ഒരാൾ നിയമിക്കപ്പെടുന്നു. അവിടെ മറ്റുള്ളവരതിനെ എതിർക്കുന്നു, പാരമ്പര്യ കഴകക്കാർ എതിർക്കുന്നു. അക്കാര്യത്തിൽ ഒരു ഉചിതമായ തീരുമാനമെടുക്കാൻ ഇപ്പോൾ 2 ആഴ്ചയായിട്ടൊരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ നേരത്തെ ശ്രീ രാധാകൃഷ്ണൻ പറഞ്ഞു തന്ത്രിമാരുടെ കാര്യത്തിൽ ഏത് ക്ഷേത്രത്തിലും തന്ത്രിയാണ് അവസാന വാക്കെന്നുള്ളതാണ് ആ ക്ഷേത്രാചാര പ്രകാരമുള്ളത്. ഈ നമ്മുടെ CPM ഗവൺമെൻറ് അധികാരത്തിലിരിക്കുമ്പോഴും കമ്മ്യൂണിസ്റ്റുകൾ വിശ്വാസികളല്ലെങ്കിലും ക്ഷേത്രങ്ങളിൽ അവർ പറയുന്നത് തന്ത്രിയാണ് അവസാന വാക്കെന്നാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇതിനൊക്കെ എതിരാണ്. എന്നാലോ ഒരു ജനാധിപത്യ സംവിധാനം ഉപയോഗിച്ച് അവർക്ക് അവരുടേതായൊരു വാക്ക് പാലിക്കാനും പറ്റുന്നില്ല. അപ്പോൾ ഇത്തരം ഒരു അവസ്ഥയിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറ്റിയൊരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ അവർ വിശ്വാസത്തിലേക്ക് അടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു, എന്നാൽ കയ്യിലുള്ള തത്വശാസ്ത്രം വിടാനും വയ്യ. അപ്പോൾ ഇത് രണ്ടും കൂടെയുള്ള പൊരുത്തക്കെടിൽ അവരെങ്ങും എത്തുന്നില്ലെന്നുള്ളതാണ്. ഇത്തരമൊരവസ്ഥ നമ്മുടെ കേരളത്തിൽ ഈ അടുത്ത കാലത്ത് ഉണ്ടായതാണ്. കാരണം പല CPM നേതാക്കളും പറയുകയാണ്, ഞാൻ വിശ്വാസിയാണ്, ഞാൻ ഭക്തനാണ്, ഞാൻ ഇന്ന കാര്യം ചെയ്യുന്നെന്ന് പറയുകയാണ് അവർ. അതെന്തിനാ പറയുന്നത്? അപ്പോൾ പാർട്ടി പറയുകയാണ് നിങ്ങളിങ്ങനെ പറഞ്ഞോളൂ, നിങ്ങളിങ്ങനെ പറയുന്നതുകൊണ്ട് പാർട്ടിക്ക് ഗുണമുണ്ട്, ഭരണം കിട്ടും. അപ്പോൾ അവിടെ പ്രത്യയശാസ്ത്രം പോയി. നേരത്തെ കൃഷ്ണരാജ് ചോദിച്ച പ്രത്യയശാസ്ത്രം സ്വയമേവ ഇല്ലാതായത് അങ്ങനെയാണ്. ഏത് നേതാവാണെന്ന് പ്രത്യയശാസ്ത്രത്തെക്കുറിച്ച് സംസാരിക്കുന്നത്? ഗോവിന്ദ മാഷല്ലാതെ പിണറായി വിജയൻ പറയുന്നുണ്ടോ? പറയുന്നില്ല. ഗോവിന്ദ മാഷ് പറയുന്നത് എന്താണ്? അദ്ദേഹം പറയുന്ന പ്രത്യയശാസ്ത്രം പാർട്ടി പ്രവർത്തകർക്ക് പോലും മനസ്സിലാവില്ല. പിണറായി വിജയൻ പറയുന്ന സാധാരണക്കാരെ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയൊക്കെ പോകണമെന്ന് തന്നെയാണ്. അദ്ദേഹം മുൻ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാർ കാണിച്ച ഒരു പാതയല്ല പിണറായി വിജയൻ പിന്തുടരുന്നത്. അദ്ദേഹത്തിൻ്റെതായ ശൈലിയിൽ പോകുന്നു, പാർട്ടിയായ ശൈലിയുടെ പിന്നാലെ പാർട്ടിയും പോകുന്നു. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഈ കേരളത്തിൽ ഇങ്ങനെ നമ്മൾ ഈ വക ഒരു ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തോടനുബന്ധിച്ച് ഒരു പറമ്പിൽ, അത് ക്ഷേത്രപ്പറമ്പാണെങ്കിലും തൊട്ടടുത്ത പറമ്പാണെങ്കിലും ക്ഷേത്രത്തിലെ ഉപദേശസമിതിയാണ് ആ പരിപാടി നടത്തുന്നതെങ്കിൽ അത് ക്ഷേത്ര വിശ്വാസികൾക്കുള്ള പരിപാടിയാണെന്ന ബോധ്യം ആദ്യം വേണം. അവിടെ വരുന്നവർ അവർക്ക് ഇഷ്ടമുള്ളത് പാടാൻ പറഞ്ഞാൽ ശരിയാവുമോ? അങ്ങനെയാണെങ്കിൽ ആരെങ്കിലും ഒരാൾ വന്നിട്ട് വേറെ ഏതെങ്കിലും ഒരു പാട്ട് പാടാൻ, അത് എല്ലാവർക്കും ഇഷ്ടപ്പെടാത്തൊരു പാട്ട് അത് പാടാൻ പറഞ്ഞാൽ പാടുമോ? പാടില്ല.
അപ്പം അതാ പറഞ്ഞത്, അതൊക്കെ വെറുതെ ഇവര് പറ്റിയ തെറ്റിനെ ന്യായീകരിക്കാൻ വേണ്ടി ഒരുപാട് തെറ്റുകൾ പറയുകയാണ്. ഇത് CPM ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കടക്കലിൽ അവർക്ക് പറ്റിയ അബദ്ധവും ഔചിത്യമില്ലായ്മയും മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾക്ക് തെറ്റുപറ്റി, ക്ഷേത്ര ആചാരങ്ങൾ പാലിച്ചുകൊണ്ട് വേണം പാർട്ടി അനുഭാവിയാണെങ്കിലും വിശ്വാസിയാവേണ്ടതെന്ന് അവർ പറയണം. ഇവരിതൊക്കെ പ്രമേയം പാസ്സാക്കി വെച്ചിട്ടുണ്ട്. പാലക്കാട് പ്ലീനത്തിൽ അവർ പാർട്ടിയിലെ വിശ്വാസവും അവിശ്വാസവും അന്ധവിശ്വാസവും സംബന്ധിച്ച് അവർ നിലപാടെടുത്തിട്ടുണ്ട്. അന്ധവിശ്വാസത്തിനെതിരെ പ്രമേയമല്ല ബില്ല് നിയമസഭയിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞ പാർട്ടിയാണ് CPM. 8 വർഷമായി ഭരിക്കുന്നു. അടുത്ത വർഷം ഇറങ്ങിപ്പോകേണ്ടി വരും. എവിടെ ബില്ല്? അപ്പോൾ ബില്ല് എവിടെയും ചോദിക്കുമ്പോൾ അവർ ഒരുപാട് ന്യായീകരണങ്ങൾ പറയും. എന്താ ബില്ല് കൊണ്ടുവരാൻ പറ്റാത്തത്? അന്ധവിശ്വാസികളും വിശ്വാസികളും മതേതര ചിന്താഗതിക്കാരും എല്ലാവരും കൂടെ വോട്ട് ചെയ്യുന്ന ഒരു സംവിധാനമാണ് നമുക്കുള്ളത്. അപ്പോൾ ആരെയും പിണക്കാൻ പറ്റില്ല. ആരെയും പിണക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണെങ്കിൽ ജനാധിപത്യ കക്ഷികൾ ചെയ്യുന്ന പോലെ വേണം. കാരണം എല്ലാവരെയും ഉൾക്കൊള്ളണം, വിശ്വാസിയെയും അവിശ്വാസിയെയും. സമയപരിമിതിയുണ്ട്, ഇടപെടുന്നു, സമയപരിമിതിയുണ്ട്. ബാക്കി 3 പേർക്കും ഓരോ മിനിറ്റ് സംസാരിക്കാൻ അവസരം തരാം. ഒരു ഇടവേള കഴിഞ്ഞു വന്നോട്ടെ. മൂന്ന് പേർക്ക് ഓരോ മിനിറ്റിൽ താഴെ മാത്രം സമയം. ഡോക്ടർ ബി ജയരാജ്, പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ളത് എന്താണ്? ഇതിനകത്ത് ഈ നമ്മുടെ ശ്രീമാ സാർ വിഷമിക്കേണ്ടെന്ന കാര്യമൊന്നുമില്ല. കാര്യം അടുത്ത 5 വർഷം ശ്രീമാ സാറിന് കമൻട്രി പറയാനുള്ള ചാൻസേ ഉള്ളൂ. കളിയൊക്കെ നമ്മൾ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കും, കരയിലിരുന്ന് വേണേൽ കമൻട്രി പറഞ്ഞോണം. അതുകൊണ്ട് ഇനി ജമാഅത്തെ ഇസ്ലാമിയായിട്ട് കൂട്ടുകൂടിയാലും SDP ആയിട്ട് കൂട്ടുകൂടിയാലും ഇനി വാളയാറമ്മയെ വേഷം കെട്ടിച്ച് കൊണ്ടുവന്നാലും ഒന്നും കേരളത്തിൽ പോകാൻ വരുന്നില്ല. അതിൻ്റെ ഒരു വിഷമം അദ്ദേഹത്തിൻ്റെ മുഖത്ത് നന്നായിട്ടുണ്ട്. ആദ്യമേ അവരുടെ തമ്മിലടി ഒന്ന് തീർക്കട്ടെന്നേ, എന്നിട്ട് പറയാം മറ്റുള്ളവരെ കുറ്റം. ആദ്യമേ തമ്മിലടിയൊക്കെ തീർന്ന് മര്യാദയ്ക്ക് മത്സരിക്കാൻ തയ്യാറാകും. അതല്ലെന്നുണ്ടെങ്കിൽ കേക്കോക്കെ ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കോൺഗ്രസിൻ്റെ സ്ഥിതി അതിദയനീയമാണ്. കേരളത്തിൽ നിന്ന് എല്ലാവർക്കും ഒരുപോലെ അറിയാവുന്ന കാര്യമാണ്. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ കുറ്റവും കുറവൊക്കെ പറഞ്ഞ് സൈഡിലിരുന്ന് കമൻട്രിയൊക്കെ പറഞ്ഞ് ശിഷ്ടകാലം കഴിയാം എന്നുള്ള അല്ലാതെ എല്ലാ ആശംസകളും ഞാൻ അദ്ദേഹത്തിന് നേരുന്നു. അത് കണക്കല്ല നമ്മൾ ഈ പറഞ്ഞു വന്നൊരു വിഷയത്തിൽ പ്രധാനത്തിനെ കുറിച്ച് സംസാരിച്ചിരുന്നപ്പം ഔചിത്യമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചതിനകത്തുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പ്രീ പ്ലാൻഡ് അല്ല. കാരണം ഈ തരം പ്രോഗ്രാമുകൾ ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് വരുന്നതാണ് ഈ ബാക്ക്ഗ്രൗണ്ട് വന്നത് അവിടത്തേക്ക് വേണ്ടി പർപ്പസ്ഫുള്ളി ഇംപ്ലാന്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് കളിപ്പിച്ചതൊന്നുമല്ല. ഈ പാട്ട് പാടി ആ പാട്ട് ഇട്ടപ്പോൾ അങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ വന്നതാണ്. അത് മാത്രമേ ഉള്ള അനൗചിത്യമായിട്ട് തോന്നിയത്. അല്ലാതെ പാട്ട് പാടുന്നത് ഇപ്പോൾ DYFIയുടെ കൊടി കാണിച്ചത് അനൗചിത്യം തന്നെയാണ്. അത് പക്ഷേ പ്ലാൻ ചെയ്ത് ആരും അങ്ങനെ ചെയ്തതല്ല. പാട്ട് പാടിയപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ സാധനം നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ഒരു സാധനം പ്ലേ ചെയ്തതാണ്. യാദൃച്ഛികമായി ഒന്നാണെന്ന് അല്ല, സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നേരത്തെ ഒരു പ്രോഗ്രാം ചെയ്യുന്ന ഒരു പ്രോഗ്രാമിന് ഓർഡർ കാണുമല്ലോ. ഞാനും കോളേജിലൊക്കെ പരിപാടി അവതരിപ്പിക്കുന്ന ഒരാൾ തന്നെയാണ്. അപ്പം നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് ഇടപെട്ട് ഒറ്റ വാക്കിൽ ഉത്തരം പറയണം. എൻ്റെ ഒരു സംശയമാണ്, ഇത്രമേൽ നിങ്ങൾ വിശ്വാസത്തിന് പിന്നാലെ പോയി തുടങ്ങിയെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പണ്ടേ വിശ്വാസികളാണെങ്കിൽ, ഇനിയെങ്കിലും പാർട്ടി പരിപാടികളിൽ സമ്മേളനങ്ങളിലൊക്കെ ഈശ്വര പ്രാർത്ഥനയോടെ തുടങ്ങണം. അത് പറ്റൂ? അങ്ങനെയല്ല, അത് ഈശ്വര വിശ്വാസം എന്നൊക്കെ പറയുന്ന ഓരോരുത്തരുടെ ഇതാണ്. ചിലർ മനസ്സിൽ വിശ്വസിക്കുന്നവരുണ്ടാവും, ചിലർ പ്രകടമായി പ്രകടിപ്പിക്കുന്നവരുണ്ടാവും, ചിലർ ചൊല്ലുന്നവരുണ്ടായിരിക്കും, ചിലർക്ക് മൗന പ്രാർത്ഥനയായിരിക്കും.
അത് ഓരോരുത്തർ ഡിപ്പെൻസ്. അങ്ങനെ ചിലർ പലരൊക്കെ ഉള്ള ഇടത്താണ് ഒരു പാർട്ടിയുടെ മാത്രം പതാക കൊടി കാണിച്ചത്. ആണ്. കാരണം നമ്മുടെ ഒരു ജനാധിപത്യ സമൂഹമാണെന്നേ. എന്താണ് അതിനകത്ത് സംശയം? നിരീശ്വരവാദികളൊന്നും അല്ല കമ്മ്യൂണിസ്റ്റുകാര്. നിരീശ്വരവാദിക്ക് നിരീശ്വരവാദിയുടെ മാത്രം പണി ചെയ്താൽ മതി. നിരീശ്വരവാദി എന്ന് പറയുന്നത് വേറൊരു രീതിയാണ്, വേറൊരു വിഭാഗമാണ്. ശ്രീ ബി രാധാകൃഷ്ണ മേനോൻ മാത്രം പറഞ്ഞാൽ മതി, ബാക്കി ഉപനിഷത്തൊന്നും അവന് വായിക്കണമെന്ന കാര്യമില്ല. ഈ ജയരാജ് സാറും ഡോക്ടർ ജയരാജ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹിന്ദു സമാജത്തിന് ഉത്സവം എന്ന് പറയുന്നത് ഇപ്പോ മറ്റു മതസ്ഥർക്ക് ഞായറാഴ്ചയോ വെള്ളിയാഴ്ചയോ ആഴ്ചയിലൊരിക്കൽ അവരുടെ ദേവാലയത്തിൽ ഒത്തുകൂടുന്നുണ്ട്. ആകെ ഹിന്ദു സമാജത്തിലെ മുഴുവൻ അവരുടെ കുടുംബക്കാർ, അവരുടെ ബന്ധുക്കൾ, അവരുടെ മറ്റുള്ള പഴയ ഇപ്പൊ കല്യാണം കഴിച്ചു പോയ മക്കളുടെ ബന്ധുക്കൾ, ഇവരെല്ലാം ഒരുമിച്ച് കൂടുന്ന ഏക അവസരം എന്ന് പറയുന്നത് ഹിന്ദുവിനെ സംബന്ധിച്ച് അവരുമായി ബന്ധപ്പെട്ട ക്ഷേത്രത്തിലെ തിരുവുത്സവമാണ്. ആ ഉത്സവത്തിന്റെ അന്തരീക്ഷത്തിൽ അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കണം എന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അടക്കം ഇന്ന് വ്യക്തമാക്കിയത്. അത് കോടതി, കാരണം കോടതി പറഞ്ഞതുകൊണ്ട് മാത്രമല്ല, ഹിന്ദുവിന് മറ്റൊരു അവസരമില്ല. പിന്നെ കോടതി ഇന്ന് ചോദിച്ചല്ലോ, നിങ്ങൾക്ക് ഇപ്പൊ വൈക്കത്ത് അത്താഴപ്പട്ടിണിക്കാരുണ്ടോ എന്ന് വിളിച്ചു ചോദിക്കുന്ന സമ്പ്രദായമുണ്ട്. ഈ നാട്ടിലെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാത്തവർക്ക് അടക്കം. ശരി, സമയമാകുന്നു. ശശികല ടീച്ചർ ഒറ്റ വാക്കിൽ പറഞ്ഞു അവസാനിപ്പിക്കാം. കാര്യങ്ങൾ നിർവഹിക്കാൻ ആരുണ്ട് ഇവിടെ? അവസരമുണ്ടാവണം. പറഞ്ഞോളൂ. ഇവിടെ ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു തിരിച്ചറിവിലേക്ക് കേരളത്തിലെ സമൂഹത്തിന് പറയാനുള്ളത്, ഇത് രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള നാടാണ്. ഊണിനീര് കുടിച്ചുകൊണ്ട് ദാഹം മാറി ചെല്ലുന്ന വേദിയിലെല്ലാം സ്വന്തം രാഷ്ട്രീയം കാണിച്ചുകൊണ്ട് മാത്രം കമ്മ്യൂണിസത്തിന് ഇവിടെ മേൽക്കൈ നേടാൻ സാധിക്കില്ല. ഇപ്പൊ ജയരാജ് സാർ പറഞ്ഞു, പ്രാർത്ഥന CPM വേദിയിൽ പറ്റില്ല. CPMന്റെ ഈ കോലം തുള്ളലൊക്കെ ഹിന്ദു വേദികളിൽ ആവശ്യവുമാണ്. അപ്പൊ ഇത് അവസാനിപ്പിക്കാനുള്ള സമയമായി. ഇതിന് മനസ്സിലാവുന്നതല്ല, അവിടെ ആളുകൾ ആവശ്യപ്പെട്ടിട്ടാണ് പാടിയത് എന്നാണ് പറയുന്നത്. അപ്പോ ഇവിടെ ഈ ആളുകൾക്ക് ഇതൊന്നും കാണാൻ അവരാരും പാർട്ടി വേദി പോകുന്നല്ല. അപ്പൊ അവർക്ക് CPM നിന്ന് അകന്നു പോയി എന്നുള്ളതാണ്. CPMന്റെ വേദിയിൽ അവർക്ക് കേൾക്കാൻ പറ്റാത്തൊരു സാധനം അവർക്ക് ക്ഷേത്രത്തിൽ വന്നപ്പോൾ കേൾക്കണമെന്നത് അവർ CPM വേദിയിൽ പോകുന്നവരല്ല, അവർ CPM നിന്ന് അകന്നു മാറി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള നഗ്നമായൊരു സത്യമാണ്. ഇനി ആളുകൾ സമയം അവസാനിക്കുന്നു. ഏതായാലും ക്ഷേത്രങ്ങളിൽ ചെകുവേരക്കൊടി പാറിപ്പറക്കുന്നു, DJ പാട്ട്, ഒപ്പം പുഷ്പനെ അറിയാമോ എന്ന് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ ചോദ്യം ഡോക്ടർ B ജയരാജനോട് ചോദിച്ച അതേ ചോദ്യം ഒരിക്കൽ കൂടി ചോദിക്കട്ടെ. ഇനി മുതൽ പാർട്ടി വേദികളിൽ, പാർട്ടി സമ്മേളനങ്ങളിൽ വിളക്ക് കൊളുത്തി ഈശ്വര പ്രാർത്ഥനയോടെ നിങ്ങൾ തുടങ്ങൂ. അപ്പോഴാകും നിങ്ങൾ വിശ്വാസത്തിൻ്റെ വഴിയെ വരുന്നു എന്ന് പൊതുജനം തിരിച്ചറിയുക. വളരെയധികം നന്ദി ശ്രീമതി KP ശശികല ടീച്ചർ, ശ്രീ B രാധാകൃഷ്ണ മേനോൻ, ശ്രീ N ശ്രീകുമാർ, ഡോക്ടർ B ജയരാജ്. ചർച്ചയിൽ പങ്കുചേർന്നതിന് ജനൻ ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്തേ.